പാട്ടില് പ്രാർത്ഥനയില് പ്രസംഗത്തില് ധാരാളം കേൾക്കുന്നതാണ് കൃപ. പാടലിലും പ്രസംഗത്തിലും ധാരാളമായി കേൾപ്പതാണ് കൃപ. എന്താണ് അർഹതയില്ലാത്ത സ്ഥലത്ത് ദൈവം എന്തെങ്കിലും പകരുന്നതിന്റെ പേരാണ് കൃപ. തകുതിയില്ലാത്ത ഇടത്തില് ആണ്ടവൻ നമ്മെ തകുതിപ്പെടുത്തുന്നതാണ് കൃപ. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചപ്പോൾ നോഹയ്ക്ക് ദൈവം ഒരു പെട്ടകത്തെ കൊടുത്ത് രക്ഷിച്ചു. കൃപ. ലക്ഷക്കണക്കാன மக்கள் மரித்துக்கொண்டிருக்கிற நேரத்தில் நோவாவுக்கு ஆண்டவர் ஒரு பெட்டகத்தை கொடுத்து தப்பிவித்தாரே, രക്ഷിத்தாரே, அதுதான் கிருபை. മക്കളില്ലാത്ത അബ്രഹാമിനെ വിശ്വാസികളെ പിതാവാക്കി, അതാണ് കൃപ. പിള്ളകളില്ലാത്ത അബ്രഹാമെ ആണ്ടവർ വിശ്വാസികൾ തകപ്പനാக മാറ്റിനാരേ, അതുதான் கிருபை. മറ്റുള്ളവരെ ചതിച്ച യാക്കോബിനെ ഇസ്രായേലാക്കി, അതാണ് കൃപ. മറ്റുള്ളവരെ ഏമാറ്റിയ യാക്കോബை ഇസ്രായേലാக മാറ്റിനാരേ, അതുதான் கிருபை. വേറെ ആർക്കും കഴിയാത്ത നിലവാരത്തിൽ യോസഫ് വന്ന് പ്രധാനമന്ത്രിയായി, അതാണ് കൃപ. വേറെ ആരും கிடைக்காத തകുതിയില്ലാത്ത இடத்துல യോസേഫ് ഒരു പ്രഥമരാக മാറിനാരേ, അതുதான் கிருபை. പേര് പോലും പറയാൻ കഴിയാത്ത മോശ ദീർഘദർശിയായി, അതിന്റെ പേരാണ് കൃപ. പേര് കൂടെ ചൊല്ല தெரியாத മോശ ദീർഘദർശിയായി മാറുന്ന, അതുதான் கிருபை. അനാഥ പെൺകുട്ടിയായ എസ്തർ റാണിയായി തീർന്നു. അനാഥയായി കാണപ്പെട്ട ഒരു പെൺപിള്ളை റാണിയാக മാറിനാർ, അതുதான் கிருபை. അടിമയായി വന്നതായ ദാനിയേല് ഗവർണറായി തീർന്നു, അതിന്റെ അടിമയാக വന്നതാണ് ദാനിയേൽ ഒരു ആളുന്നരാக മാറിനാർ, അതുதான் கிருபை. ചെറിയൊരു സിലോപ്യ മീൻ കൂടെ രാത്രി മുഴുവൻ അധ്വാനിച്ച് പിടിക്കാൻ കഴിയാത്ത പത്രോസ് ഒരു പ്രസംഗത്തിൽ 3000 പേരെ പിടിച്ചു, അതാണ് കൃപ. ഒരു ഇരവ് മുഴുവൻ പ്രയാസപ്പെട്ട് ഒരു സിലോപ്യ മീൻ കൂടെ പിടിക്കാமல் ഇരുന്നതാണ് നേരത്തിൽ ഒരു ചെയ്തിயின் മൂലമായി 3000 പേർ രക്ഷിക്കപ്പെട്ടാர்கள், അതുதான் கிருபை. ഉള്ള സഭയെ മുഴുവൻ തകർക്കുമെന്ന് പറഞ്ഞ പൗലൂസ് വെളിപ്പാടിന്റെ അപ്പോസ്തലനായി, അതാണ് കൃപ. ഒരു സഭയെ അழிப்பேன் என்று சொல்லுதானதான் പൗൽ ഒരു വെളിപ്പാടിന്റെ അപ്പോസ്തലനായി മാറിനാനേ, അതുதான் கிருபை. നമ്മൾ ഇന്ന് പകൽ വായിച്ചു കേട്ടത്, പകലവേ വാസിத்து കേട്ടത്, ഒരു ഇടയ ചെറുക്കൻ രാജാവായി, ഒരു മേയ്പ്പനാകിയ മനുഷ്യൻ ഒരു സഹോദരൻ രാജാവായി മാറിനാൻ. ഒരു ഇടയ ചെറുക്കൻ രാജാവായി, ഒരു മേയ്പ്പൻ രാജാവായി മാറിനാൻ, അതാണ് ദാവീദ്. അതുதான் ദാവീദ്. അതുകൊണ്ട് ദാവീദ് നൂറുകണക്കിന് പ്രാവശ്യം പ്രത്യേകിച്ച് സങ്കീർത്തനത്തിൽ ദൈവകൃപയെ കുറിച്ച് പറയുന്നു, പാടുന്നു. ആകവേ പരിശുദ്ധ ബൈബിളിലെ സംഗീത പുസ്തകത്തിൽ മറ്റു പല ഇടങ്ങളില് 100ക്ക് അധികமான ഇടങ്ങളില് கிருபையை பற்றி சொல்லுகிறார். എപ്പോഴും കൃപയെ പറ്റി പാടുന്നു, எப்போதும் கிருபையை பற்றி பாடுவது. എന്റെ അപ്പൻ രാജാവല്ല, என்னோட அப்பா ராஜா இல்லை, എന്റെ അമ്മയുടെ വീട്ടുകാർ രാജാവില്ല, என்னோட அம்மாவோட வீட்டிலே രാജാക്കൾ இல்லை, ഞാൻ ജനിച്ചത് കൊട്ടാരത്തിലല്ല, நான் பிறந்தது அரண்மனையிலே அல்ல, കൊട്ടാരത്തിന്റെ പ്രോട്ടോകോൾ ഒന്നും എനിക്കറിയില്ല, அரண்மனைയുടെ പ്രോട്ടോകോൾ ഒന്നും എനിക്ക് தெரியாது, ഞാൻ ജനിച്ചത് ഒരു സാധാ ഇടയന്റെ വീട്ടിലാണ്, ഞാൻ പിറന്നത് ഒരു സാധാരണ മേയ്പ്പനുടെ വീട്ടിലെ. ദാവീദ് പറയും ഞാൻ 8ാമത്തെ മോനാണ്, ദാവീദ് சொல்றான் എന്റെ വീട്ടിലെ 8ാவது പിള്ളை. പക്ഷെ എന്റെ നിറം വ്യത്യാസമായിരുന്നു, என்னுடைய அந்த நிறம் வித்தியாசமாயிருந்தது. നിങ്ങൾ ദാവീദിനെ കുറിച്ച് വായിക്കുമ്പോൾ, ദാവീദിനെ പറ്റി വാസിക്കുമ്പോൾ, ദാവീദിന്റെ അമ്മ വന്ന് യൂറോപ്യൻ സൈഡ് ആയിരുന്നു, നാം നമ്മുടെ യൂറോപ്യൻ സ്റ്റൈലിൽ ഇരിக்கிறோம். ദാവീദിന്റെ അമ്മ യൂറോപ്യൻ സൈഡ്, ദാവീദിന്റെ തായ് യൂറോപ്യൻ സ്റ്റൈലിൽ ഇരിக்கிறார்கள். അപ്പോ അവളുടെ മുടി വന്ന് നല്ല ബ്ലോണ്ട് ഹെയർ, ഗോൾഡൻ, അവളുടെ മുടി വന്നിട്ട് ബ്ലോണ്ട് ഹെയർ ആയി കാണപ്പെടുகிறது. അവളുടെ സ്കിൻ വന്ന് നല്ല ലൈറ്റ്, നല്ല വെള്ളയായിരിക്കും, അവളുടെ அந்த സ്കിൻ തോൽ നല്ല വൈറ്റ് ആയിരുന്നത്. ദാവീദിന്റെ അപ്പന് അവിഹിത ബന്ധത്തിൽ ഉണ്ടായ സന്തതിയാണ് ദാവീദ്. ദാവീദുടെ തകപ്പനാർക്ക് ഒരു വ്യത്യാസമായ തവറാന മുറയിൽ പിറന്നതാണ് പിള്ളൈதான் ദാവീദ്. തവറാന റിലേഷൻഷിപ്പിൽ വന്നവനാണ്, തവറാന മുറയിൽ പിറന്ന പിള്ളൈதான் ദാവീദ്. അതുകൊണ്ട് ആർക്കും അവനെ ഇഷ്ടമില്ലായിരുന്നു, ആകவே யாருக்கும் അവന് വിരുപ്പമില്ല. ആ വീട്ടിലേക്ക് എല്ലാവരും കയറി വന്നാൽ, அந்த வீட்டுக்குள்ள எல்லாரும் ஏறி வந்தார்கள். തന്റെ 7 സഹോദരന്മാര് പാലസ്തീൻകാരെ പോലെ കറുപ്പായിരിക്കുന്നു, അവരുടെ 7 സഹോദരന്മാർ പാലസ്തീൻകാരെ പോലെ കറുപ്പായി, യവൻ മാത്രം വെളുപ്പായിരിക്കുന്നു, ഇവന്റെ പിള്ളை மட்டும் சிவப்புமேனியாய் இருக்கிறான், അവന്റെ തലമുടി ബ്ലോണ്ട് നിറമായിരിക്കുന്നു, ഇവരുടെ തലമുടി ബ്രൗൺ കളറായി இருக்கிறது, ഇവനൊരു മമ്മി മോനാണ്, മമ്മി മോൻ, ഇവനുടെ തായ് ഒരു മമ്മി മകനായിരിക്കാൻ. ആര് സ്തോത്രം പറഞ്ഞില്ലേ, ഇവിടെ മുഴുവൻ പപ്പാ മക്കളാണുള്ളത്, ഇങ്ങ இருக்கிற അപ്പാവുടെ പിള്ളകൾ தான் எல்லாரும் இருக்கிறீங்க. ഇവൻ വന്ന മമ്മി മോനായിരുന്നു, ആന ഇവനുടെ അമ്മാവുടെ മകനായിരുന്നാൻ. ഇവൻ വന്ന് സ്തോത്രം അതെ അമ്മയെ പോലെ ആയതുകൊണ്ട്, ഇവൻ തായെ പോലെ ഇരുന്നതിനാല് അവന്റെ തലമുടി വ്യത്യാസം, അവന്റെ തലമുടി വ്യത്യാസം, അവന്റെ കളർ വ്യത്യാസം, അവരുടെ നിറം വ്യത്യാസം. അതുകൊണ്ട് ആരെങ്കിലും ആ വീട്ടിൽ വന്ന് യവനെ കണ്ട നാണക്കേടാണ്. ആകവേ யாராவது வீட்டிலே வந்தால் இந்த பிள்ளையை பார்த்து அவர் வெட்கமடைவார்கள். യവനെ ഇശായിക്ക് അപ്പന് എന്തോ ഒരു
കള്ളക്കളിയിൽ ഉണ്ടായ ஓ മോനാണ്. இந்த தகப்பனுக்கு எப்படி ஒரு தவறான தொடர்பிலே கிடைத்ததான பிள்ளைதான். അവനെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. பைபிள் சொல்கிறது இவனை தாயும் தகப்பனும் கைவிட்டார்கள் என்று. ഞാന് ജനിച്ചു വളർന്നത് ഗ്രാമത്തിലാണ്. நான் பிறந்து வளர்ந்ததெல்லாம் ஒரு கிராம பகுதியிலே. ഗ്രാമത്തില് ഈ കാക്ക കൂട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. அந்த கிராம பகுதியிலே காக்கா கூடு வைப்பதை பார்த்திருக்கிறேன். നിങ്ങൾ കാക്ക കൂട് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. காக்கை கூட பார்த்த கரங்களை உயர்த்துங்க பாப்போம். കാക്ക കൂട് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. காக்கை கூட பார்த்தவர்கள் எல்லாம் கை உயர்த்துங்க. കാക്കയെ കണ്ടിട്ടുള്ളവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. காக்கையை பார்த்த கைகளை அசைத்து பாருங்க. കാക്ക എങ്ങനെ ശബ്ദമുണ്ടാക്കൂ? காக்கை எப்படி சத்தம் போடும்? സത്തമാ യൂത്ത് ക്യാമ്പ് അടുത്ത വർഷം വിളിക്കണേ. ഓക്കെ. അപ്പൊ കാക്ക അങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. காக்கை இப்படிதான் சத்தம் போடும். അപ്പൊ കാക്കക്കൂട്ടിൽ മുട്ട ഇട്ടിട്ട് காக்கை கூட்டுல முட்டை போட்டுட்டு കാക്ക അടയിരിക്കും. அந்த காக்கை அடை இருக்கும். അപ്പോ ഈ കുയിലുണ്ട്. குயில் என்று சொல்லி பறவை உண்டல்லவா? എത്ര പേര് കുയിലിനെ കണ്ടിട്ടുണ്ട്? எத்தனை பேர் குயில் பார்த்திருக்கிறீர்கள்? കുയിൽ എങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? ഹല്ലേലൂയ. ആണ്ടവരെ കാപ്പാത്തോയ്യാ. സ്തോത്രം. കാക്ക വന്ന കാ എന്ന് വിളിക്കുമ്പോ കാക്ക വന്ന് കാ കാ എന്ന് சொல்லும்போது കുയിൽ വന്ന് കൂ എന്ന് പറയുക. കുയിൽ വന്ന് കൂ എന്ന് சொல்லும். കുയിൽ കൂടുണ്ടാക്കത്തില്ല. കുയിൽ കൂട് കട്ടാது. കുയിൽ വന്ന് കാക്കക്കൂട്ടിലാണ് മുട്ടയിടുന്നത്. ഓ കുയിൽ വന്ന് കാക്കയുടെ കൂട്ടിലെ മുട്ടை போடும். അപ്പൊ കാക്കയ്ക്ക് അറിയത്തില്ല ഇത് സ്വന്തം മുട്ടയാണോ ഇത് കുയിലിന്റെ മുട്ടയാണോ. ஆனா காக்கைக்கு தெரியாது இது நான் போட்ட முட்டையா அல்லது குயிலோட முட்டையா என்று தெரியாது. ചില പാസ്റ്റർമാർ എല്ലാവർക്കും പാസ്റ്റർ ആയിരിക്കുന്ന പോലെ. ഓ ചില പോതകർ എല്ലാവർക്കും പോതകരായിരിപ്പത് പോലെ. കമാൺ ഈ കാക്ക വന്ന് എല്ലാ മുട്ടയ്ക്കും അങ്ങ് അടയിരിക്കും. இந்த காக்கா வந்து எல்லா முட்டைகளுக்கு சேர்த்து அடை உட்காரும். കുറെ നാൾ കഴിയുമ്പോ കാക്കക്കുട്ടി പുറത്തു വരും. ഓ கொஞ்ச നാൾ താണ്ടുമ്പോൾ കാക്ക കുഞ്ചു വെളിയെ വരും. കുറച്ച് ദിവസം കഴിയുമ്പോ கொஞ்ச നാൾ താണ്ടുമ്പോൾ അതിന്റെ കൂടെ കുയിൽക്കുട്ടിയും പുറത്തു വരും. അതോട് കൂടെ കുയിൽ കുഞ്ചും വെളിയെ വരും. കാക്കക്കുട്ടി വന്നിട്ട് കാ കാ എന്ന് പറയും. കാക്ക കുഞ്ചു വന്ന് കാ കാ എന്ന് சொல்லும்போது അപ്പുറത്തിരിക്കുന്ന കുയിൽക്കുട്ടി ഇരുന്ന് കൂ அந்த பக்கம் இருக்கிற குயில் குஞ்சு கூ கூ என்று சத்தம் போடும். ഒരിക്കൽ കൂടെ சொல்லுங்க കാക്ക എങ്ങനെ പറയോ? காக்கா எப்படி சொல்லும்? சத்தமா சொல்லுங்க. சத்தமா. കുയിൽ എങ്ങനെ പറയോ? குயில் எப்படி சொல்லும்? അപ്പ തള്ള പറയും മക്കളെ ഇങ്ങനെ പറയാൻ പാടില്ല. தாயார் சொல்லும் ஐயோ மக்களை இப்படி சொல்லக்கூடாது. മമ്മി പറയും ഇങ്ങനെ പറയാൻ പാടില്ല. அம்மா சொல்லும் இப்படி சொல்லக்கூடாது. നമ്മളെ കാക്ക കുടുംബമാണ്. காக்கனுடைய குடும்பத்தை சேர்ந்தவர்கள். നമ്മള് കാ കാ എന്നേ പറയാവൂ. കാ കാ എന്ന് താൻ சொல்ல வேண்டும். മക്കള് കൂ എന്ന് പറയല്ലേ. മക്കളെ നീ കൂ എന്ന് சொல்லக்கூடாது. കുയിൽക്കുട്ടിയെ നോക്കി പറയും കൂ എന്ന് പറ. കാ എന്ന് പറ. நீங்க எப்படி சொல்லுவீங்க? கூ എന്ന് சொல்லல காய் എന്ന് சொல்லு. ഉടനെ കുയിൽക്കുട്ടി വീണ്ടും പറയും കൂ. കുയിൽ சொல்லும் கூ கூ என்று தான் சொல்லும். ബാക്കിയുള്ള എല്ലാ കാക്ക കൂട്ടവും കൂടെ ഈ കുയിൽക്കുട്ടിയെ കുത്താൻ തുടങ്ങും. அந்த நேரத்தில் அந்த காக்க குஞ்சுகள் எல்லாம் சேர்ந்து இந்த குயில் குஞ்சை பார்த்து கொத்த ஆரம்பிக்கும். അതിനെ കുത്തി കൂട്ടിൽ നിന്ന് ഓടിക്കും. அதை கொத்தி அது கூட்டிலிருந்து விரட்டி அடிக்கும். നീ ഞങ്ങളെ പോലെയല്ല. நீ எங்களை போல இல்ல. ഞങ്ങളെ കാ എന്ന് പറയുമ്പോൾ நாங்க கா என்று சொல்லும்போது നീ கூ என்று சொல்லுகிறாய். അതാണ് ദാവീദിന്റെ ജീവിതത്തിൽ. அதுதான் தாவீதுடைய வாழ்க்கையிலே வெளிப்பட்டது. എല്ലാവരും കറുത്തിരുന്നപ്പോ அவர்கள் எல்லாரும் கருப்பு நிறமாய் இருக்கும்போது யோன் മാത്രം വെളുത്തിരുന്നു. இவர் மட்டும் சிவப்பு மணியாய் இருக்கிறார். എല്ലാവരും കറുത്ത മുടിയായിരുന്നപ്പോ அவர்களுக்கு கருப்பு முடியாய் இருக்கும்போது யோன் മാത്രം മൈലാഞ്ചി ഇട്ട ഗോൾഡൻ എന്ന മുടിയായിരുന്നു. இவனுடைய தலைமுடி மൈലാഞ്ചി போட்ட கோல்டன் முடிய போல இருந்தது. சோ நீ ഞങ്ങളെ പോലെയല്ല. நீ எங்களை போல இல்ல. അതുകൊണ്ട് അവനെ തള്ളി. அதனாகவே தள்ளி விட்டார்கள். ഞാൻ ദീർഘദർശനമായ ഒരു കാര്യം പറയട്ടെ. അവർ ദീർഘദർശന വാർത്ത சொல்லட்டுமா? നിന്റെ ക്ലാസ്സിൽ മറ്റുള്ളവർ നിന്നെ തള്ളിയത്, ഒരു ക്ലാസ്സിലെ മറ്റുള്ള പിള്ളേരെ തള്ളി வைத்த போதிலும், നിന്റെ ഫ്രണ്ട്സ് നിന്നെ തള്ളിയത്, ഒരു നண்பர்கள் ഉന്നെ തള്ളി வைத்த போதிலும் നീ അവരെ പോലെയല്ല. നീ അവരെ പോലെ അല്ല. അവർ കണ്ടിട്ടില്ലാത്ത ഉയരത്തിൽ നീ പറക്കും. അവർ பார்த்திராத ഉന്നതമായ ഇടത്തേക്ക് നീ പറക്ക പോகிறாய். കൈ തട്ടണം, നല്ല തട്ടണം. തട്ടുகிறாய், നല്ല തട്ട வேண்டும். നീ അവരെ പോലെ ആയിരുന്നെങ്കിൽ അവർ നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ. നീ അവരെ പോലെ ഇരുന്നാൽ അവർ ഉന്നെ എന്നോട് ഇണക്കിக் കൊള്ളുവാர்கள். എന്നാൽ നീ അവരെ പോലെയല്ല. നീ അവരെ പോലെ അല്ല. അതുകൊണ്ട് ദാവീദിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആകவே தாவீதை അവൻ വീട്ടിൽ നിന്ന് വെളിയെ തള്ളിனார்கள். എന്നിട്ട് അവന്റെ കയ്യിൽ കുറച്ച് ആടിനെ കൊടുത്തു. അപ്പുറമായി അവൻ കയ്യിലെ கொஞ்சம் ആടുകളെ കൊടുത്താர்கள். ഏതെങ്കിലും ദുഷ്ടമൃഗം ഇവനെ കൊല്ലട്ടെന്ന് പറഞ്ഞ് ഇവനെ കാട്ടി പറഞ്ഞു. ഏതാவது പൊല്ലാத மிருகம் வந்து ഇവനെ കൊலை ചെയ്യട്டும் എന്ന് சொல்லி കാട്ടിൽ അനുപ്പിனார்கள். ഹാർഡ് ഗ്രൗണ്ടിലെ കഠിനമായ സ്ഥലത്താണ് അവനെ വിട്ടത്. அந்த காட்டிலே கடினமான
கடினமான இடத்துல அனுப்பினார்கள். ഞാൻ ഒരു കാര്യം പറയട്ടാ, நான் ஒரு காரியத்தை சொல்லட்டுமா? എത്ര കഠിനമായ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിങ്ങൾ പോകുന്നു, അത്ര ബലശാലികളായി നിങ്ങൾ പുറത്തു വരും. எவ்வளவு கடினமான சூழ்நிலையிலே நீங்கள் போகிறீர்களோ அவ்வளவுக்கு மேன்மையான விதத்தில் நீங்கள் வெளியே வருவீர்கள். ஓரா பாபா பாபா. ഹല്ലേലൂയ. ஹல்லேலூயா. ഹാർഡ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത്രയും നീ ബലമുള്ളവനായിരിക്കും. കഠിനമായ ട്രെയിനിങ് இருக்கும்போது அதற்கு அளவுக்கு அதிகமாய் பலமுள்ளவராய் மாறுவீர்கள். ബാക്കിയുള്ള എല്ലാവരും സ്വന്തം വീട്ടിൽ അവരുടെ ഓൺ കിടക്കേ കിടക്കുന്നു. மற்றவர்கள் எல்லாரும் சொந்த வீட்டிலே சொந்த படுக்கையிலே படுக்கிறார்கள். യവൻ കാട്ടി കിടക്കുന്നു. ஆனா இந்த மனுஷன் காட்டிலே தூங்குகிறான். മഞ്ഞിലും മഴയിലും കിടക്കുന്നു. பனியிலும் மழையிலும் காணப்படுகிறான். അവന് തലയണയില്ല. அவன் தலையணை இல்லை. കാട്ടുമൃഗത്തെ പോലെ അവൻ നാറുന്നു. அவனுடைய காட்டு மிருகங்களை போல அவனுடைய சரீரம் நாற்றம். അപ്പനുണ്ട്, தகப்பனுണ്ട്, അമ്മയുണ്ട്, அம்மா உண்டு, സഹോദരങ്ങളുണ്ട്, சகோதரர்கள் உண்டு. പക്ഷെ അവരെ സ്നേഹമൊന്നുമില്ല. ஆனா அவரோட அன்பு ஒன்றும் இல்லை. നിങ്ങൾ ചിലര് പറയുന്നു, நீங்கள் சிலர் சொல்லுகிறீர்கள் എല്ലാരും ഉണ്ട്, எல்லாரும் உண்டு, പക്ഷെ സ്നേഹം ഇല്ല. ஆனா அன்பு கிடைக்கல. 2026 ദാവീദായി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. 2026 ஆண்டிலே ஆண்டவர் உங்களை வெளியே கொண்டு வர போகிறார். Come on. ஆமென். കരങ്ങളെ തട്ടി கரங்களை ആർപ്പരിപ്പമാക. ஆர்ப்பரிப்போடு. പക്ഷെ ഹാർഡ് ഗ്രൗണ്ടില്, அந்த கடினமான மைதானத்திலே, ആ കഠിനമായ സൂழ்நிலைയില്, அந்த கடினமான சூழ்நிலையிலே അവന് എല്ലാവരും അവനെ തള്ളിയത് കൊണ്ട്, எல்லாரும் அவனை தள்ளிவிட்டதனால், എല്ലാവരും അവനെ തള്ളിയത് കൊണ്ട്, எல்லாரும் அவனை தள்ளினதனால் അവൻ ദൈവത്തെ തേടി. இவன் ஆண்டவரை தேடினான். അവൻ ദൈവത്തെ തേടി. இவன் ஆண்டவரை தேடினான். കമാൻ, നിങ്ങളെ മനുഷ്യൻ തള്ളുമ്പോ மனிதர்கள் உங்களை கைவிடும் போது ദൈവത്തെ തേടണം. ஆண்டவரை நீங்கள் தேட வேண்டும். ബൈബിൾ പറയുന്നു, பைபிள் சொல்லுகிறது, ശൗല് ദൈവത്തെ തള്ളി. சவுல் ஆண்டவரை தள்ளினான். ശൗല് ദൈവത്തെ തള്ളി. சவுல் ஆண்டவரை மறுதலித்தான். എന്നാൽ ദാവീദ് ദൈവത്തെ തേടി. ஆனால் தாவீது ஆண்டவரை தேடினான். കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ ചൊല്ലുക. உயர்த்து நல்லவர் அல்லேலூயா சொல்லலாமே. കേക്കല്ലേ? ഹല്ലേലൂയ. ദാവീദ് ദൈവത്തെ തേടി. ദാവീദ് ദൈവത്തെ തേടി. தாவீது தேவனை தேடினான். അവനിതാ സ്തോത്ര കാട്ടിലൂടെ നടക്കി. அவன் இப்பொழுது காட்டில் கூட நடக்கிறான். 12ാമത്തെ വയസ്സിൽ അവൻ അഭിഷേകത്തിൽ നിറഞ്ഞു. 12ஆம் வயதிலே அவன் அபிஷேகம் பண்ணப்பட்டான். ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ അവന് വയസ്സ് 12. சாமுவேல் தாவீதை அபிஷேகம் பண்ணும்போது அவனுக்கு வயது 12. ഒരു 14 വയസ്സായപ്പോഴാണ് ദാവീദ് ഹാർപ്പ് പ്ലേ ചെയ്തത്. 14 വയது இருக்கும்போது அவன் ஹார்ப் ப்ளே பண்ணினான். അവന് കിന്നരം വായിച്ചു. அவன் கின்னரம் வாசித்தான். അപ്പോ ശൗലിൽ നിന്ന് ഭൂതം ഇറങ്ങിപ്പോയി. அந்த நேரத்தில் சவுலின் அசுத்தாவி புறப்பட்டது. കേട്ടോ, 17ാമത്തെ വയസ്സിൽ ഗോലിയാത്തിന്റെ തലയവൻ വെട്ടിയെടുത്തു. 17வது വയതിലെ கோலியாத்துடைய தலையை அவன் வெட்டி எடுத்தான். ഒറ്റ എണ്ണം സ്തോത്രം പറഞ്ഞില്ല. ஒருவர் கூட ஸ்தோத்திரம் சொல்லல. ഒരിക്കൽ കൂടെ പറയാം. ஒருக்கல் கூட சொல்லுகிறேன். 17ാമത്തെ വയസ്സിൽ ആദ്യത്തെ സിക്സർ അടിച്ചു എന്നല്ല അങ്കിൾ പറഞ്ഞു. 17வது வயதிலே முதலாவது சிக்ஸர் அடித்தார் என்று அங்கிள் சொல்லவில்லை. 17ാമത്തെ വയസ്സിൽ ഗോലിയാത്തിന്റെ തല അവൻ വെട്ടിയെടുത്തു. 17வது வயதில் கோலியாத்தின் தலையை அவர் முறித்தெடுத்தார். 17ാമത്തെ വയസ്സില് ദാവീദ് ഗോലിയാത്തിന്റെ തലയെ വെട്ടിയെടുത്തു. 17வது വയതിലെ ദാവീദ് ഗോലിയാത്തിന്റെ തലയെ മുറിത്താർ, വെട്ടിയെടുത്താർ. അവന്റെ സ്തോത്രം നാഷണൽ ഫിഗറായി. അവൻ ഒരു നാഷണൽ കിങ് ആയി മാറുகிறான். ആമേൻ. രാജ്യത്തിൽ മുഴുവൻ പ്രസിദ്ധനായി. ഓ രാജ്യം മുഴുവൻ പ്രസിദ്ധി പെട്ടവനായി മാറിനാൻ. ഇന്നും 17 വയസ്സിൽ ഇന്ത്യ മുഴുവൻ നിനക്കും യേശു കർത്താവിന്റെ മഹത്വത്തിനായി പ്രസിദ്ധനായിരിക്കാൻ കഴിയും. ഓ இந்த 17வது വയതിലും ഇന്ത്യ മുഴുവൻ ഉനക്കും ദേശത്തിൽ പ്രസിദ്ധി പെട്ട ഒരു മനുഷ്യനായി കാണ முடியும். കമൺ சொல்லுங்க ആമേൻ. சொல்லுங்க. കേക്കല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് അവൻ ഗോലിയാത്തിനെ കൊന്നപ്പോ അപ്പുറമായി ഗോലിയാത്തെ കൊല ചെയ്ത പിற்பாடு അവനൊരു ഫ്രണ്ടിനെ കിട്ടി. അവനക്ക് ഒരു നண்பன் கிடைத்தது. ആ ഫ്രണ്ട് അവനോട് ഭയങ്കരമായിട്ടൊക്കെ ചേർന്നു. அந்த நண்பன் அவனோடு கூட அதிகமாய் நட்பை வைத்தான். അവന്റെ പേരാണ് യോനാഥാൻ. அவனுடைய பேர் தான் ஜோனத்தான். சொல்லுங்க, என்ன പേര്? என்ன பேர்? ഫ്രണ്ടിന്റെ പേരെന്നാ? സത്തമാ ചൊല്ലുங்க. சத்தமா சொல்லுங்க. യോനാഥാൻ ദാവീദിനോട് അങ്ങ് പറ്റിച്ചേർന്നു. யோனத்தான் தாவீதோடு இணைபிரியா நண்பர்களாய் மாறினார்கள். തുടർന്ന് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. அப்புறமா வீட்டில் போய் வாசிக்கும்போது உங்களுக்கு பார்க்க முடியும். ദാവീദിന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു മീഖൽ. ഫസ്റ്റ് ലവ്. ஓ தாவீதுடைய முதல் லவ் ആയിരുന്നത് ഇവർ. ഇവിടെ ഇരിക്കുന്ന പലർക്കും പല ലവ് ഉണ്ട്. இங்கே இருக்கிற अनेகருக்கு பல லவர்கள் உண்டு. പല ലവ് பலவிதமான லவர்கள் உண்டு. പക്ഷെ ദാവീദിന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു മീഖൽ. ஆனால் தாவீதுடைய முதல் லவர் ஆயிருந்தது மீகாள். ആ മീഖലിനെ അപ്പൻ കൊടുത്തില്ല. அந்த மீகாளை தகப்பன் கொடுக்கவில்லை. അവനിപ്പോ
കാട്ടിലേക്ക് ഓടിപ്പോയി. அவன் இப்ப காட்டுக்கு நேராய் போனான். ഒരുപാട് കാര്യം പറയാനുണ്ട്, പെട്ടെന്ന് നിർത്തട്ടെ. நிறைய காரியங்கள் சொல்ல வேண்டும், சீக்கிரமாய் முடிக்கிறேன். അങ്ങനെ അവന്റെ ശരീരം തളർന്നു. அப்படி அவனுடைய சரீரமெல்லாம் உடம்பெல்லாம் தளர்ந்தப்பட்டு, അവന്റെ മനസ്സും തളർന്ന്, அவன் மனமெல்லாம் தளர்ந்து, അവന്റെ ഫസ്റ്റ് ലോ നഷ്ടപ്പെട്ട്, அவனுடைய முதல் இரவு നഷ്ടപ്പെട്ട്, അവനിതാ വനാന്തരത്തിൽ മരുഭൂമി. அவன் இப்பொழுது வனாந்தரத்திலே காணப்படுகிறான். അപ്പൊ ഇതാ ഫ്രണ്ട് വരുന്നു. இதோ நண்பன் வருகிறான். അയ്യോ, എന്റെ വീട്ടിൽ ആർക്കും എന്നെ വേണ്ട. ஐயோ, என்னோட வீட்டுக்குள்ள யாருக்கும் என்ன தேவையில்லை. എന്റെ ഭാര്യയുടെ വീട്ടില് എന്റെ അമ്മായിയപ്പ എന്നെ കൊല്ലാൻ നടക്കുക. என்னுடைய மனைவிയുടെ வீட்டில் என்னோட மாமனார் என்னை கொலை செய்யும்படியா வருகிறார். എന്റെ വീട്ടുകാർ എനിക്കെതിരാണ്. என்னோட வீட்டார் எனக்கு விரோதமாக இருக்கிறார்கள். വൈഫിന്റെ വീട്ടിലും ആൾക്കാർ എതിരാണ്. என்னோட மனைவிയുടെ வீட்டிலே எல்லாரும் எனக்கு எதிராக இருக்கிறார்கள். ഞാനിതാ മരിക്കാൻ പോകുന്നു. நான் இதை சாக போகிறேன். ഞാനിതാ മരിക്കാൻ പോകുന്നു. நான் இதை சாக போகிறேன். എങ്ങനെയെങ്കിലും ചത്താ മതി. எப்படியாவது மரித்தால் போதும். എങ്ങനെയെങ്കിലും ചത്താ മതി. எப்படியாவது மரித்தால் போதும். എന്തിനു ജീവിക്കുന്നു? எதற்காக வாழ வேண்டும்? എന്തൊരു ജീവിതം, என்ன ஒரு வாழ்க்கை. എങ്ങനെയെങ്കിലും ചത്താ മതി. எப்படியாவது மரித்தால் போதும். അപ്പൊ ഫ്രണ്ട് വരിക. അപ്പോൾ நண்பன் வருகிறான். യോനാഥാൻ വന്നു. யோனத்தான் வருகிறான். യോനാഥാൻ വന്നിട്ട് പറഞ്ഞു, யோனத்தான் வந்து சொல்லுகிறான், ദാവീദേ, தாவீதே, എന്നാ ഉണ്ട് വിശേഷം? என்ன நல்ல விசேஷங்கள் என்ன? 1 ശമൂവേൽ 20:3 ദാവീദ് പറയുന്നു. 1 സാമുവേൽ 20:3 ദാവീദ് சொல்லுகிறான், ഞാനും മരണവുമായി ഒരടി അകലം മാത്രം. நானும் மரணத்துக்கும் இடையில் ஒரடி தூரம். ഞാൻ മരിച്ചു പോകും. நான் மரிக்க போகிறேன். നിന്റെ അപ്പൻ ശൗൽ എന്നെ കൊല്ലും. உன்னுடைய தகப்பன் சவுல் என்னை கொலை செய்வான். പക്ഷെ ഈ ഫ്രണ്ട് പറഞ്ഞു, യോനാഥാൻ പറഞ്ഞു, ஆனா இந்த நண்பன் யோனத்தான் சொல்லுகிறான், നോ 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 നോ, നീ ചാകത്തില്ല. வேண்டாம் வேண்டாம் வேண்டாம், நீ சாக மாட்டாய். നിന്റെ സാഹചര്യം മാറും. உன்னுடைய சூழ்நிலை மாறும். നിന്റെ കാട്ടിൽ നിന്ന് നിന്നെ കൊട്ടാരത്തിലേക്ക് ഒരു പ്രൊമോഷൻ ഉണ്ട്. உன்னை காட்டில் இருந்து அதோ அரண்மனைக்கு நேராக ஒரு ப்ரொமோஷன் உனக்கு உண்டு. ആരോടാ ഞാൻ പ്രവചിച്ചേ? யாரை பார்த்து தீர்க்கதரிசனம் சொன்னேன்? അടുത്തിരിക്കുന്നവരെ തൊട്ട് പറ, എനിക്കൊരു പ്രൊമോഷൻ വരുന്നു. பக்கத்தில் இருக்க பிள்ளைகளை தொட்டு சொல்லுங்க, எனக்கு ஒரு பதவி உயர்வு வருகிறது. சொல்லுங்க, சொல்லுங்க, എനിക്കൊരു പ്രൊമോഷൻ ഉണ്ട്. எனக்கு ஒரு பதவி உயர்வு வரப்போகிறது. பக்கத்தில் இருக்கிற தொட்டு சிரித்த முகத்தோட சொல்லுங்க, எனக்கு ஒரு ப்ரமோஷன் உண்டு. பக்கத்தில் இருக்கிறவங்களை தொட்டு சிரித்த முகமாய் சொல்லுங்க, எனக்கு ஒரு பதவி உயர்வு வருகிறது. சொல்லுங்க, ஹalleluya. ஹalleluya. தாவீது പറഞ്ഞു. எப்படி சொன்னார்? ദാവീദിനോട് യോനാഥാൻ പറഞ്ഞു, தாவீதை பார்த்து யோனத்தான் சொன்னார், നീ മരുഭൂമി തീർന്നു പോകത്തില്ല. நீ இந்த வனாந்தரத்தில் அழிந்து போக மாட்டாய். നിന്നെ കൊട്ടാരത്തിൽ ദൈവം കൊണ്ടുപോകും. உன்னை அரண்மனைக்கு நேரே ஆண்டவர் கொண்டு வருவார். നീയാണ് ഫ്യൂച്ചർ കിങ്. நீதான் வருங்காலத்தில் ஒரு ராஜா. നീയാണ് ഫ്യൂച്ചർ കിങ്. நீ வருங்காலத்தில் ஒரு ராஜா. നിന്റെ ഇന്ന് പ്രസന്റ് വളരെ മോശമാണ്. ஓ, இன்னைக்கு இருக்கிற இந்த பிரசன்ட் சிச்சுவேஷன் ரொம்ப மோசம். ഇപ്പോ സിറ്റുവേഷൻ ரொம்ப മോശം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെറും മോശം. இப்போதுள்ள சூழ்நிலை ரொம்ப மோசம். പക്ഷെ നിന്റെ ഫ്യൂച്ചർ ഭയങ്കര ബ്രൈറ്റ്. ஆனா அவருடைய வருங்காலம் ரொம்ப வெளிச்சமாய் மாற போகிறது. ஹalleluya. നിന്റെ ഫ്യൂച്ചർ ഭയങ്കര ബ്രൈറ്റാ. അവരുടെ വരുങ്കാലം ரொம்ப வெளிச்சமாய் മാറ പോകുന്നത്. നിന്റെ അപ്പൻ കാണാത്ത അമ്മ കാണാത്ത ഭയങ്കര ബ്രൈറ്റ് ഫ്യൂച്ചർ നിനക്ക് വരാൻ പോവാ. உன் தகப்பன் பார்த்திராத, தாய் பார்த்திராத மிகப்பெரிய ஒரு ஃபியூச்சர், ஒரு பிரைட் ஃபியூச்சர் கர்த்தர் தர போகிறார். കൈ തട്ടണം, നല്ല തട്ടണം, நல்லா தட்ட வேண்டும். നിന്റെ വീട്ടിൽ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിനക്ക് വരാൻ പോകും. உன் வீட்டில் யாரும் பார்த்திராத ஒரு வருங்காலத்தில் ஒரு பிரகாசம் வாழ்க்கை வரப்போகிறது. നീ കൊട്ടാരത്തിൽ രാജാവാകാൻ പോവാ. நீ அரண்மனையில் ராஜாவாய் மாறப் போகிறாய். യോനാഥാൻ പറഞ്ഞു, யோனத்தான் சொன்னார், നീ രാജാവാക്, நீ ராஜாவாய் மாறு, ഞാൻ മന്ത്രിയാക്. நான் அவருடைய மந்திரியாயிருப்பேன். നീ ഒന്നാമനായിരിക്കും, நீ முதல் நபராயிருப்பாய். ഞാൻ நான் രണ്ടാമനായിരിക്കും. இரண்டாவது நபராயிருப்பேன். ഞാൻ രണ്ടാമനായിരിക്കും, நான் இரண்டாவது ஒரு நபராயிருப்பேன். നീ ഒന്നാമനായിരിക്കും. நீ முதல் நபராயிருப்பாய். പക്ഷേ യോനാഥാൻ അതിനുവേണ്ടി വിലക്രയം അവൻ വില കൊടുത്തില്ല. அதுக்காக யோனத்தான் விலைக்கிரயம் கொடுக்கவில்லை. ഒരു പ്രോഫസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ஒரு தீர்க்கதரிசனம் இருக்கிறது என்று சொல்லி காரியமில்லை. ഒരു തീർക്കദർശിക്ക് വില കൊടുത്താലേ ആ ஒரு தீர்க்கதரிசிக்கு அதனுடைய விலை கொடுத்தால் தான் அதனுடைய பிரயோஜனம் உண்டு. ആ തീർക്കദർശന വില കൊടുത്താൽ അത് ഫുൾഫിൽ ആകത്തുള്ളൂ. அந்த தீர்க்கதரிசனம் விலை கொடுத்தால் மட்டும்தான் அது நிறைவேறும். യോനാഥാൻ പറഞ്ഞ കറക്റ്റാ. யோனத்தான் சொன்னது உண்மை. പക്ഷെ വില കൊടുത്തില്ല. ஆனா அதற்கு விலைக்கிரயம் கொடுக்கவில்லை. യോനാഥാൻ പറഞ്ഞു, யோனத்தான் சொன்னான், ടാറ്റ ബൈ ബൈ, ഞാൻ കൊട്ടാരത്തിൽ പോകുന്നു. ராஜா பாய் பாய், நான் அரண்மனைக்கு நேரே போகிறேன். അവൻ കാട്ടിൽ കിടന്നെങ്കിൽ ബൈബിളിന്റെ സ്റ്റോറി മറ്റൊന്നായനെ. ஓ, அவன் காட்டில் இருந்தால் பைபிளுடைய ஸ்டோரி இன்னொன்றாய் மாறும். അവൻ വില കൊടുത്തില്ല. அவன் அதற்காக விலைக்கிரயம் கொடுக்கவில்லை. അവൻ ഒരേ പോക്കോടെ കൊട്ടാരത്തിൽ പോയി. அவன் ஒரே பாதையாக அரண்மனைக்கு நேராய் போனான். അത് അവന്റെ ഒടുക്കത്തെ പോക്കായിരുന്നു. அது அவனுடைய கடைசி யாத்திரை. പിന്നെ ദാവീദ് യോനാഥാനെ കണ്ടില്ല. அப்புறமா தாவீது யோனத்தானை பார்க்கவில்லை. സ്തോത്രം. അടുത്ത യുദ്ധത്തിൽ യോനാഥാനും ശൗലും മരിച്ചുപോയി. அடுத்து வந்ததான யுத்தத்திலே யோனத்தானும் சவுலும் மரித்து போனார்கள். കേക്ക്,
ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും പ്രധാനം, மிக முக்கியமான காரியம், ദാവീദ് സിംഹാസനം തേടിയില്ല, தாவீது சிங்காசனத்தை தேடவில்லை, ദാവീദ് കിരീടം തേടിയില്ല, தாவீது கிரீடத்தை தேடவில்லை, പക്ഷെ കിരീടം ദാവീദിനെ തേടി. ஆன கிரீடம் தாவீதை தேடி வந்தது. ഒരുപാട് അനുഗ്രഹങ്ങൾ, നന്മകൾ നിന്നെ തേടി വരാൻ പോവാണ്. அநேக ஆசீர்வாதங்கள் உன்னை தேடி வரப்போகிறது. രണ്ട് കരങ്ങളെ ഉയർത്തി ചൊല്ലുക ആമേൻ. கரங்களை உயர்த்தி சொல்லுவோம் ஆமென். ഒരുപാട് നന്മകൾ നിന്നെ തേടി വരാൻ പോവാ. அநேக நன்மைகள் உன்னை தேடி வரப்போகிறது. ഇതിനകത്ത് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, இதற்குள்ள அநேக மருத்துவர்கள் உண்டு, ഇതിനകത്ത് ഒരുപാട് സയന്റിസ്റ്റുകളുണ്ട്, இதற்குள்ள அநேக அறிவியல் ஆராய்ச்சியாளர்கள் உண்டு, ഇതിനകത്ത് IPS കാരുണ്ട്, இதற்குள்ள IPSகள் உண்டு, ഇതിനകത്ത് IAS കാർ இதற்குள்ள വന്നിട്ടുണ്ട്, IS காரர்கள் உண்டு, ഇതിനകത്ത് IFS കാർ വന്നിട്ടുണ്ട്, இதற்குள்ள IFS காரர்களும் இருக்கிறார்கள். ഇന്ത്യ അറിയപ്പെടുന്ന വലിയ വലിയ ഉന്നതന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. இந்தியா ராஜ்யம் அறியக்கூடிய உன்னதமான நபர்கள் இதற்குள்ள இருக்கிறார்கள். കൈ തട്ടണം, നല്ല തട്ടണം, ഏற்கனவே சொல்லிட்டேன். கரங்களை தட்டினா நல்லா தட்டுங்க, ஏற்கனவே சொல்லி இருக்கிறேன். ഇതിനകത്ത് ദാനിയേൽ ഉണ്ട്, இதற்குள்ள தானியேல் உண்டு, ഇതിനകത്ത് എസ്തേർ ഉണ്ട്, இதற்குള്ള எஸ்தர்மார்கள் உண்டு, ഇതിനകത്ത് നെഹമ്യ ഉണ്ട്, இதற்குள்ள நெகேமியாக்கள் உண்டு, ഇതിനകത്ത് വലിയ മിഷണറിമാരുണ്ട്. இதற்குள்ள பெரிய மிஷனரிமார்கள் உண்டு. ഗ്ലോറി. ஆமென். ഇതിനകത്ത് വലിയ സഭകളുടെ പാസ്റ്റർമാരുണ്ട്, இதற்குள்ள பெரிய பெரிய சபைகளுடைய ஊழியக்காரர்கள் உண்டு, ഇതിനകത്ത് വലിയ സുവിശേഷ വേലക്കാരുണ്ട്. இதற்குள்ள பெரிய பெரிய சுவிசேஷ வேலைக்காரர்கள் உண்டு. சொல்லுங்க ஹalleluya. ஹalleluya. രണ്ട് കരങ്ങളെ തൂക്കി சொல்லுங்க ஹalleluya. ரெண்டு கரங்களை தூக்கி சொல்லுவோமா? ദാവീദ് സിംഹാസനം കിരീടവും തേടിയില്ല, தாவீது சிங்காசனத்தையும் கிரீடத்தை தேடவில்லை. കിരീടവും സിംഹാസനവും ദാവീദിനെ തേടി വന്ന്. ஓ, ஆனால் இந்த கிரீடமும் சிங்காசனத்தும் தாவீதை தேடி வந்தது. ദാവീദ് രാജാവായി തീർന്നു. தாவீது ராஜாவாய் மாறினான். ദാവീദ് രാജാവായി തീർന്നു. ആദ്യം ചെയ്തത് പെട്ടകം, ദൈവ സാന്നിധ്യത്തെ അവൻ കൊണ്ടുവന്നു. தாவீது ராஜாவாய் மாறும் பொழுது முதலாவது உடன்படிக்கை பெட்டி அல்லது தேவ மகிமையை கொண்டு வந்தான். രണ്ടാമത് അവൻ ചിന്തിച്ചു, இரண்டாவது அவன் சிந்தித்தான், ഞാൻ രാജാവാകാൻ കാരണമായ ആരൊക്കെ ഉണ്ട്? நான் ராஜாவாக மாறும்படி இதற்கு காரணமாக இருந்தது யாரெல்லாம் உண்டு? എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. எனக்கு நல்ல ஒரு நண்பன் இருந்தான். ഞാൻ വനാന്തരത്തിൽ ചത്തുപോകുമെന്ന് நான் വിചാരിച്ചപ്പോൾ, வனாந்தரத்தில் மரித்து போவேன் என்று சொன்ன நேரத்தில், ഞാൻ മരുഭൂമിയിൽ ചത്തുപോകുന്നു. நான் வனாந்தரத்தில் மரித்து போவேன் என்று சொன்ன நேரத்தில், നീ ചാവത്തില്ല കേട്ടാ, நீ மரிக்க மாட்டாய் தெரியுமா? നീ ചാവത്തില്ല. நீ மரிக்க மாட்டாய். എനിക്ക് ആശ്വസിപ്പിക്കുന്ന, എന്നെ ബലപ്പെടുത്തിയ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. என்னை ஆறுதல் படுத்தின, என்னை பலப்படுத்தின எனக்கு ஒரு நண்பன் உண்டு. നിന്നെ കുഴിച്ചു മൂടുന്നവനല്ല നിന്റെ ഫ്രണ്ട്, உன்னை குழியை எடுத்து புதைக்கிறவன் அல்ல உன்னுடைய நண்பன், നിന്നെ ബലപ്പെടുത്തുന്നവനാണ് നിന്റെ உன்னை ഫ്രണ്ട്. பலப்படுத்துகிறவன் தான் உன்னுடைய நண்பன். യോനാഥാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മരുഭൂമി തീരുമായിരുന്നു. யோனத்தான் இல்லாமல் இருந்தால் வனாந்தரத்தில் அழிந்து போயிருப்பேன். യോനാഥാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മെന്റൽ ഡിപ്രഷൻ വന്ന വനാന്തരത്തിൽ யோனத்தான் இல்லாமல் இருந்தால் என் வாழ்க்கையிலே அந்த மென்டல் டிப்ரஷன் வந்து வனாந்தரத்தில் அழிந்து போயிருப்பேன். എനിക്ക് മെന്റൽ കൊളാമ, എനിക്ക് മെന്റൽ ഡിപ്രഷൻ വരാതെ എന്നെ കൊണ്ടുവന്ന യോനാഥാനാ. ஓ, எனக்கு மென்டல் டிப்ரஷன் வராதபடி என்னை கொண்டு வந்த யோனத்தான். പക്ഷെ ഇപ്പൊ യോനാഥാൻ ഇല്ല, പുള്ളി മരിച്ചുപോയി. ஆனா யோனத்தான் இப்பொழுது இல்லை, அவர் மரித்து போனார். പെട്ടെന്ന് ദാവീദ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. திடீர் என்று சொல்லி தாவீது ஒரு விளம்பரத்தை வெளிப்படுத்தினான். யாருங்க? അപ്പൊ 4 പേര് പടന്മാർ ഓടി വന്നു. ஓ, 4 படையாளிகள் ஓடி வந்தார்கள். ഞാൻ യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. நான் யோனத்தான் நிமித்தம் சவுலின் குடும்பத்திலே இரக்கம் காட்டும்படி யாராவது உண்டா என்று அன்வேஷித்து பாருங்கள். യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? யோனத்தான் நிமித்தம் நான் இரக்கம் காட்டும்படி சவுலின் குடும்பத்திலே யாராவது ஒருவர் உண்டா? ഇന്ന് ഉച്ചയ്ക്ക് സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്നു. இந்த மத்தியானத்து பிற்பாடுள்ள கூட்டத்தில் பரலோகத்தின் ஆண்டவர் கேட்கிறார், യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ദാവീദിന്റെ, അതെ, ആദാമിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? இயேசு கிறிஸ்துவின் நிமித்தம் ஆதாமின் குடும்பத்தில் இரக்கம் காட்டும்படி யாராவது உண்டோ?
യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ആദാമിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? യേശു ക്രിസ്തുവിൻ നിമിത്തം നാം ഇറക്കം കാണിക്കുമ്പടി ആദാമിൻ കുടുംബത്തിൽ யாராவது உண்டா? കരങ്ങളെ ഉയർത്തി പറ, ഞാനുണ്ട്. கரங்களை உயர்த்தி சொல்லுங்க, நான் இருக்கிறேன். കരങ്ങളെ ഉയർത്തി ചൊല്ലുക, ഞാനുണ്ട്. சொல்லுங்க, நான் இருக்கிறேன். ദാവീദ് ചോദിച്ചു, യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ? யோனத்தான் நிமித்தம் இரக்கம் காண்பிக்கும்படி யாராவது உண்டா? കേക്ക് കേക്ക്, ഗവനമാ കേളുങ്ക, கவனமா கேளுங்கள். ഈ പുതിയ രാജാവ് വരുമ്പോ, புதிய ராஜா வரும்பொழுது പഴയ രാജാവിന്റെ വീട്ടുകാരെ എല്ലാവരെയും കൊന്നുകളയും. ஓ பழைய ராஜாவுடைய குடும்பத்தார் எல்லாரும் கொலை செய்வார்கள். പക്ഷെ ദാവീദ് ഇപ്പൊ ചോദിക്കുന്ന കൊല്ലാനല്ല, ஆனா தாவீது இப்போ கேட்கிற கொலை செய்வதற்காக அல்ல, രക്ഷിക്കാൻ വേണ്ടിയാ ചോദിക്കുന്നത്. ரட்சிப்பின் பாதைக்கு நடத்தும்படி கேட்கிறார். Is anyone used to remaining in the household of Saul so that I can show the mercy of God and for the sake of Jonathan? ஓ சவுலின் குடும்பத்தில் இரக்கம் காண்பிக்கும்படி யாராவது உண்டா? அப்படியே யோனத்தான் குடும்பத்தின் நிமித்தம் யாராவது உண்டா என்று கேட்கிறார். യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കാൻ ശൗലിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാ? யோனத்தான் நிமித்தம் நாம் இரக்கம் காண்பிக்கும்படி சவுல் குடும்பத்தில் யாராவது உண்டா? കേളുങ്ക കേളുങ്ക. கேளுங்கள். അപ്പൊ സീബ എന്ന് പറയുന്ന ഒരു വേലക്കാരൻ വന്നു. அந்த இடத்திலே சீபா என்று சொல்லக்கூடிய வேலைக்காரன் வந்தான். സീബ എന്ന് പറഞ്ഞ ഒരു യൂത പോലെയുള്ള ഒരു മനുഷ്യനാണ്. ஓ சீபா என்று சொல்லுகிறவன் யூதாசை போன்ற ஒரு மனுஷன். യൂത കാട്ടിക്കൊടുത്തപ്പോ 30 വെള്ളിക്കാശ് കിട്ടി. ஓ யூதாஸ் இயேசுவை காண்பித்து கொடுக்கும்போது 30 வெள்ளிக்காசு கிடைத்தது. അപ്പൊ സീബ വിചാരിച്ചു ഒരുത്തനുണ്ട്, അവനെ കാണിച്ചു കൊടുത്ത കുറച്ച് പൈസ കിട്ടും. ஓ சீபா இருக்கிறான், அந்த மனுஷன் இப்படி நினைத்தான், ஒரு நபர் இருக்கிறார், அவனை காண்பித்து கொடுத்தால் ஏதாவது கொஞ்சம் காசு கிடைக்கும். പക്ഷെ ദാവീദ് ചോദിച്ച കൊല്ലാനല്ല ചോദിച്ചേ. ஆனால் தாவீது கேட்டது கொலை செய்வதற்காக கேட்கவில்லை. സീബ വന്നിട്ട് പറഞ്ഞു, சீபா வந்து சொல்லுகிறான், ഒരു ചെറുക്കനുണ്ട്, ஒரு தம்பி இருக்கிறான், ഒരു ചെറുക്കനുണ്ട്, ஒரு தம்பி இருக்கிறான், അവന്റെ പേരാണ് മെബിബോഷേത്ത്. அவனுடைய பேர் தான் மெபிபோசேத். சொல்லுங்க, என்ன பேர்? என்ன பேர் சொல்லுங்க? മെബിബോഷേത്ത്. மெபிபோசேத். കേക്കല്ല, சத்தமா சொல்லுங்க. എല്ലാ ഗേൾസ് മുതൽ சொல்லுங்க. ആ ഇരിക്കുന്ന ഗേൾസ് എല്ലാം ഇപ്പുറത്ത് മാറിയിരിക്കെ. അവിടെ ഇരുന്ന് പറഞ്ഞ ഗേൾസ് എല്ലാം ഇപ്പുറത്ത് മാറി. இந்த பக்கம் இருந்து பதில் சொன்ன தங்கச்சி மரெல்லாம் இந்த பக்கம் மாறுங்க. എല്ലാ ബോയ്സ് சொல்லுங்க മെബിബോഷേത്ത്. எல்லா தம்பிமாரும் தம்பிமார் சொல்லுங்க. கேக்கல, நல்லா சொல்லுங்க. മെബിബോഷേത്ത്. சேர்ந்து சொல்லுவோம். ரெடி, 1 2 3. മെബിബോഷേത്ത് എന്ന് പറഞ്ഞാൽ വായിൽ നാറ്റം. മെബിബോഷേത്ത് എന്ന് சொன்னால் വായിൽ നാറ്റമുള്ളവൻ. വായിൽ നാറ്റം, അതാണ് പേര്. വായിൽ നാറ്റമുള്ളവൻ എന്നതാണ് അർത്ഥം. നാറ്റം, അവൻ ഒരു നാറ്റമാണ്. അവൻ ഒരു നാറ്റം പിടിത്തവൻ. അവനൊരു നല്ല മനുഷ്യനല്ല. അവൻ നല്ലൊരു മനുഷ്യനല്ല. പലരും നിങ്ങളെ നോക്കി പറയുന്നു. ഉങ്ങളെ பார்த்து അനേകർ சொல்லுகிறார்கள், അവനെ കുറിച്ച് പറയണ്ട, அவனை குறித்து சொல்லவே வேண்டாம், അവനൊരു നാറ്റ കേസാ. அவன் ஒரு நாட்டம் பிடித்தவன். അവളെ കുറിച്ച് പറയണ്ട, அவளை பற்றி சொல்ல வேண்டாம், അതൊരു നാറ്റ കേസാ. அவள் நாட்டம் பிடித்தவள். ഇങ്ങനെ പറയാറുണ്ടോ? இப்படி சொல்வதுண்டா? തമിഴ്നാട്ടിൽ ഇങ്ങനെ പറയാറുണ്ടോ? തമിഴ്നാട്ടിൽ இப்படி சொல்வதுண்டா? തമിഴ്നാട്ടിൽ അങ്ങനെയൊന്നും പറയത്തില്ല. തമിഴ്നാട്ടിൽ നല്ല ആൾക്കാരാ, തമിഴർ മക്കൾ നല്ല മക്കൾ. പക്ഷെ മലയാളികൾ അങ്ങനെയല്ല. കർത്താവേ കാത്തോളനപ്പാ. TV ലൈവ് സ്ട്രീം ഉണ്ട്, കാത്തോളനെ കർത്താവേ. അപ്പൊ മെബിബോഷേത്ത് എന്ന് പറഞ്ഞാൽ നാറ്റം പിടിച്ചവൻ. മെബിബോഷേത്ത് എന്ന് சொன்னால் നാറ്റം പിടിച്ചവൻ. അതാണ് മെബിബോഷേത്ത് എന്ന അർത്ഥം. അത് அந்த வார்த்தை தான் മെബിബോഷേത്തിന്റെ വാർത്തയുടെ അർത്ഥം. ഇത്രയും മനസ്സിലായ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ ഇവളോ പുരിന്തവங்க കരങ്ങളെ അസൈത്ത് ആണ്ടവരെ മഹിമപ്പെടുത്തുங்க. മെബിബോഷേത്ത് എന്ന് പറയുന്നവൻ ഇവിടെയല്ല പാർക്കുന്നത്. മെബിബോഷേത്ത് എന്ന് சொல்லி இங்கே வாசம் பண்ணவில்லை. കേളുങ്ക കേളുങ്ക കേളുങ്ക. കേളുங்கள். സീബ പറഞ്ഞു, സീബ சொன்னான், സീബ എന്ന വേലക്കാരൻ പറഞ്ഞു, സീബ എന്ന വേലക്കാരൻ சொன்னான், മെബിബോഷേത്ത് പാർക്കുന്നത് അങ്ങ് ദൂരെയാണ്. മെബിബോഷേത്ത് சொல்லுகிற மனுஷன் வாசம் பண்ணுங்க, தூரத்தில் வாசம் பண்ணுகிறான். പട്ടണത്തിലല്ല, നല്ല ഗ്രാമത്തിലല്ല. അവൻ പട്ടണത്തിലല്ല ഗ്രാമത്തിലുമല്ല. ആ സ്ഥലത്തിന്റെ പേര് ലോദേബാൻ എന്നാണ്. அந்த இடത്തിന്റെ പേര് ലോദേബാർ என்று. ലോദേബാൻ. ലോദേബാർ. ലോദേബാൻ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ലോദേബാർ എന്ന് சொன்ன വാർത്തയുടെ അർത്ഥം என்ன? അയ്യോ, ലോദേബാൻ എന്ന് പറഞ്ഞാൽ അവിടെ നന്മ ഒന്നുമില്ല. ലോദേബാർ എന്ന് சொன்னால் அங்கே ஒரு நன்மையும் இல்லை. പച്ചയായ ഒരു ചെടി പോലും ഇല്ല. ഓ പച്ചയാന ഒരു ചെടി കൂടെ ഇല്ല. ഒരു പുല്ല് പോലും ഇല്ല. ഒരു പുല്ല് കൂടെ ഇല്ല. മുഴുവൻ ഡ്രൈ പ്ലേസ് ആണ്. அப்படிப்பட்ட ஒரு அவாந்தரமான ஒரு இடம். വെറും മരുഭൂമിയാണ്. വെറും വനാന്തരം. വെറും മണലാണ്. വെറും മണൽ പാങ്കാന ഇടം. മണൽ കാറ്റാണ്. മണൽ കാറ്റുകൾ. പൊടിയും അഴുക്കുമാണ്. ഓ അഴുക്കായി കാണപ്പെടുகிறது. അവിടെ പൊടിയും അഴുക്കുമാണ്. அங்கே தூசும் அழுக்குமாய் இருக்கிறது. അവിടെ അവൻ ചെന്ന് താമസിക്കുക. അവൻ அங்கே போய் வாசம் பண்ணுகிறான். ഒരു ചെറിയ കുടിലിൽ വസിക്കുക. ഒരു ചിന്ന കുടിസയിലെ വാസം பண்ணுகிறான். ആരാണ് അവന്? അവന്റെ പേരെന്നത്? ശൗലിന്റെ ഗ്രാൻഡ് സൺ. சவுலுடைய சிறு குழந்தை அல்லது பேரப்பிள்ளை. ശൗലിന്റെ ഗ്രാൻഡ് സൺ. சவுலுடைய பேரப்பிள்ளை. ശൗലിന്റെ മോനാണ് യോനാഥാൻ. சவுலுடைய மகன் தான் யோனத்தான்.
യോനാഥാൻ രാജാവിന്റെ മോന്, യോനത്താൻ രാജാവുடைய மகன், മെഫിബോശത്ത് രാജാവിന്റെ കൊച്ചുമകന്. அந்த மெபிபோசேத் ராஜாவுடைய சிறு பிள்ளை. നമുക്ക് ലോദേബാനി പോമോ? நமக்கு லோதேபாரிலே போவோமா? ആ ലോദേബാൻ എന്ന സ്ഥലത്ത് നമുക്ക് പോയി മെഫിബോശത്തിനെ കാണാം. அந்த லோதேபாரிலே போய் அந்த இடத்துல போய் மெபிபோசேத்தை பார்ப்போம். കേളുങ്ക കേളുങ്ക കേളുങ്ക, கேளுங்கள் கேளுங்கள் கேளுங்கள். ഈ ചിന്ന പിള്ളകള് എല്ലാം ഗവനിங்க. இந்த சிறு தம்பிமார்கள் எல்லாரும் கவனிங்க. സോ ലോദേബാനെ നിങ്ങൾ പോകുമ്പോ அந்த லோதேபாரிலே போகும்போது അവിടെ പച്ചയായ ഒരു കാര്യമില്ല. அங்க பச்சையான ஒன்றுமில்லை. ഒരു ചെറിയ കുടില്, ஒரு சின்ன குடிசையிலே മുഴുവൻ പൊടിയും അഴുക്കുമാണ്. முழு தூசும் அழுக்கும் பிடித்த മെഫിബോശത്ത് ഇരിക്കുക. மெபிபோசேத் உட்கார்ந்திருக்கிறான். അവന് എണീക്കാൻ പറ്റത്തില്ല. அவன் எழும்ப முடியாது. അവൻ ഇരിക്കുക. அவன் உட்கார்ந்திருக்கிறான். അവന്റെ കയ്യക്കാളും അവന്റെ കാല് നീളവും വണ്ണും കുറവാ. அவனுடைய கையும் காலும் நீளமும் வண்ணமும் குறைந்தவனாயிருக்கிறான். കാല്, அவன் கால் வண்ணமும் நீளமும் குறைவுள்ளவனாயிருக்கிறான். കൈ നല്ല ബലമുണ്ട്. அவனால் അവന്റെ കൈക്ക് നല്ല ബലമുണ്ട്. കൈ നല്ല ഇരിക്കുന്നു. അവന്റെ കൈ നന്നായിരിக்கிறது. പക്ഷെ രണ്ട് കാല് മുടന്തൻ. ആന ഇരു കാലുകളും മുടവനായി കാണപ്പെടുகிறான். അയ്യോ മെഫിബോശത്തെ, അയ്യോ മെഫിബോസേത്തേ, നീ രാജാവിന്റെ കൊച്ചുമകനാണ്. നീ രാജാവുடைய சிறு பிள்ளை அல்லவா? നീ മുടന്തനായിട്ട് ജനിച്ചതാണ്. நீ മുടവനാக பிறந்திருக்கிறாயோ? നീ മുടന്തനായി ജനിച്ചോ? நீ பிறவிலே മുടന്തനായി இருக்கிறாயோ? 2 ശമൂവേൽ 4. 2 സാമുവേൽ 4-ാം അധികാരം. വീട്ടിൽ പോയി വായിക്കുക. വീട്ടിൽ പോയി വാസിക്ക வேண்டும். இப்போ வாசிக்க வேண்டாம். 2 ശമൂവേൽ 4 പറയുന്നു. 2 സാമുവേൽ 4-ാം അധികാരം சொல்லுகிறது. 5 വയസ്സ് വരെ അവൻ ഓടിച്ചാടി നടന്നു. 5 വയസ്സ് വരയ്ക്കും അവൻ ഓടി സാടി കുതിത്ത് നടന്നാൻ. കേക്ക് കേക്ക്, എല്ലാവരും കേളുங்க കേളുங்க. UKG പോയത് ഓർമ്മയുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. UKGക്ക് പോന്നതാണ് എല്ലാ പിള്ളേരും കൈകൾ ഉയർത്തി. UKG പോയ ഓർമ്മയുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി. സ്കൂളിലെ UKG പോന പിള്ളേരെല്ലാം കൈകൾ ഉയർത്തുங்க. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോയ ഓർമ്മയുള്ള കരങ്ങൾ ഉയർത്തി. 1-ാം വകുപ്പ് പോന പിള്ളേരെ കൈകൾ ഉയർത്തുங்க. 1-ാം ക്ലാസ് 1-ാം വകുപ്പ് പോനവங்க. ഒത്തിരി പേർ 1-ാം ക്ലാസ്സിൽ പോയിട്ടില്ലല്ലോ. நிறைய பிள்ளைகள் 1-ാം വകുപ്പ് പോകவில்லையே. 1-ാം ക്ലാസ്സിൽ പോയിട്ടുള്ള ഓർമ്മയുള്ള കരങ്ങളെ ചലിപ്പിച്ചു. 1-ാം വകുപ്പിൽ പോനത് ஞாபகம் இருக்கிற பிள்ளைகள் கைகளை உயர்த்துங்க. എക്സാക്ട്ലി ആ ഓർമ്മയായിരുന്നു മെഫിബോശത്തിനുള്ള. உண்மையாகவே மெபிபோசேத்துக்கும் அப்படிப்பட்ட ஞாபகம் தான் இருந்தது. ആ 5 വയസ്സ് വരെ, அந்த 5 വയസ്സ് വരെയിലും എന്റെ കാലിന് നല്ല ബലം ഉണ്ടായിരുന്നു. என்னுடைய கால் நல்ல பலமுள்ள காலா இருந்தது. ഞാൻ പടിക്കെട്ട് ചാടി ഇറങ്ങും. நான் படிகளெல்லாம் குதித்து இறங்குவேன். ഞാൻ ഓടി നടക്കും. நான் ഓടി നടப்பேன். ഞാൻ പടിക്കെട്ടി കയറും. நான் படியில ஏறுவேன். കൊട്ടാരത്തിലാണ് ഞാൻ വസിക്കുന്നത്. அரண்மனையில் தான் வாசம் பண்ணுகிறேன். ഞാൻ ശൗലിന്റെ കൊച്ചുമകനാണ്. நான் சவுலுடைய பேரப்பிள்ளை. എനിക്ക് കുറവായിട്ടൊന്നുമില്ല. எனக்கு என் வீட்டில் ஒரு குறைவும் இல்லை. സിൽവർ പ്ലേറ്റിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. நான் சில்வர் பிளேட்ல ஆகாரம் சாப்பிடுவேன். ഗോൾഡ് സ്പൂൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. கோல்டு ஸ்பூன் தான் உபயோகம் பண்ணுவேன். ഗോൾഡ് സ്പൂൺ, സിൽവർ പ്ലേറ്റ്. கோல்டு ஸ்பூன் சில்வர் பிளேட். എനിക്ക് 5 വയസ്സാണ് പ്രായം. எனக்கு അപ്പോൾ 5 വയസ്സുണ്ട്. എന്റെ വലിയപ്പച്ചൻ രാജാവാണ്. என்னுடைய தாத்தா ராஜாவாயிருக்கிறார். ഒരു കസേര ആരും തരത്തില്ല. കന്യാകുമാരി ജില്ലയിൽ ആരും കസേര തരത്തില്ല. ഓ come on, hallelujah. നോക്ക്, അപ്പൊ ശൗൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, அந்த சவுல் சிங்காசனத்தில் வீற்றிருக்கும்போது, ശൗൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, சவுல் சிங்காசனத்தில் வீற்றிருக்கும்போது, മെഫിബോശത്ത് വരുമ്പോൾ, மெபிபோசேத் வரும்போது, മെഫിബോശത്തിനെ ശൗൽ പിടിച്ചു മടിയിലിരുത്ത്. ஓ மெபிபோசேத்தை கூப்பிட்டு சவுல் மடியில உட்கார வைப்பான். കൊച്ചുമോനാണ്, அவனுடைய சிறு பிள்ளை. അപ്പച്ചന്റെ മടിയിൽ தாத்தாவுடைய மடியில உட்காருகிறான் பிள்ளை. ആ കൊട്ടാരത്തില് അവൻ ഓടി നടക്കുക. அந்த அரண்மனையில் ஓடி நடக்கிறான். നല്ല ആഹാരം കിട്ടും, நல்ல சாப்பாடு. വെള്ളി പ്ലേറ്റിലാ കഴിക്കുന്ന. அவன் வெள்ளி தட்டிலே சாப்பிடுகிறான். സ്വർണ്ണ സ്പൂണില് വലിയപ്പച്ചൻ വാരി വാരി കൊടുക്കുക. தங்க ஸ்பூனிலே தாத்தா வாரி வாரி கொடுக்கிறார். ഇവിടെ ഇരുന്ന് ആരൊക്കെ ഉറങ്ങുന്നത് പോലെ, இங்க இருந்து யாரெல்லாமோ தூங்குறது போல, ഇവിടെ ഇരുന്ന് ആരൊക്കെ ഉറങ്ങുന്ന இங்க പോലെ, இருந்து யாரெல்லாமோ தூங்குறது போல. അപ്പച്ചന്റെ മടിയിരുന്ന് ഉറങ്ങുമ്പോ, தாத்தா அவட மடியில இருந்து தூங்கும்போது, അപ്പച്ചന്റെ മടിയിരുന്ന് ഉറങ്ങുമ്പോ, தாத்தா அவட மடியில இருந்து தூங்கும்போது, അപ്പച്ച ആ ചെറുക്കനെ കൊണ്ടുപോയി தாத்தா அந்த பிள்ளையை தூக்கி எடுத்து, അരിരെ ബാബാവോ ഉറങ്ങുറങ്ങാരിരാരോ അരിരാരോ എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി പള്ളി അറയില് രാജാവിന്റെ ബെഡ്റൂമിൽ കട്ടിൽ കിടക്കും. அப்படியே அந்த பிள்ளையை எடுத்து அப்படி ஆரிராரோ என்று சொல்லி தாலாட்டி அந்த பிள்ளையை அந்த ராஜாவுடைய அரண்மனையில் இருக்க கட்டிலே கொண்டு படுக்க வைப்பார்கள். രാജാവിന്റെ കട്ടിലാണ് അവൻ ഉറക്കം. அவன் ராஜாவுடைய அந்த கட்டிலே தூங்குகிறான். രാജസിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നു. ராஜாவுடைய சிங்காசனத்தில் உட்கார்ந்திருக்கிறான். ഒരു കുറവുമില്ല, ഒരു കുറവും இல்லை. He is the most demanded king in the entire nation of Israel. இஸ்ரவேல் ராஜ்யத்துக்கு எல்லாம் மிக முக்கியமான ஒரு ராஜாவாய் காணப்பட்டார். ഏറ്റവും മുഖ്യമായ പിള്ളை എന്ന് പറയുന്ന ഈ മെഫിബോശേത്ത്. இந்த பிள்ளை தான் மிக முக்கியமான பிள்ளையாய் காணப்படும் மெபிபோசேத். ഏറ്റവും ഡിമാൻഡ് ഉള്ള കുട്ടി മെഫിബോശേത്ത്. இந்த மிக சிறப்பான ஒரு பிள்ளை தான் இந்த மெபிபோசேத். ഒരു ദിവസം ஒரு நாள் അവന്റെ വലിയപ്പച്ചൻ ശൗലും അപ്പനും
പടച്ചട്ടയൊക്കെ ഇട്ടിട്ട് വന്നു പറഞ്ഞു, ஒரு நாள் அவருடைய தாத்தாவும் அவருடைய தகப்பனும் படை சட்டைகளை எல்லாம் போட்டு இவண்ணமாய் வந்து சொன்னார்கள், ഞങ്ങൾ ഒരു സ്ഥലത്ത് പോവാം, நாங்கள் ஒரு இடத்துக்கு நேராய் போகிறோம், തിരിച്ചു വരുമ്പോ നല്ല സീറ്റ് മേടിച്ചിട്ട് വരാം, திருப்பி வரும்போது நல்ல முட்டாசி வாங்கி கொண்டு வருகிறோம், ബൈ பை ടാറ്റാ டாடா see you later. ஓ பிறகு பார்க்கலாம். അവര് പോയി. அவர்கள் போனார்கள். മെഫിബോശത്ത് ജനലിലൂടെ നോക്കി നിന്നു. மேவிபோசேத் அந்த ஜன்னல் வழியாக பார்த்து கொண்டு நின்றான். അവര് കുതിരപ്പുറത്ത് പോയി. அவர்கள் குதிரையிலே சவாரி செய்தார்கள். അവര് കുതിരപ്പുറത്ത് പോയി. அவர்கள் குதிரை மேல் சவாரி செய்தார்கள். പിറ്റേന്ന് വന്നില്ല. மறுநாள் வரவில்லை. അടുത്ത ആഴ്ച വന്നില്ല. அடுத்த வாரம் வரவில்லை. കുറേ നാള് പോയി. கொஞ்ச நாட்கள் தாண்டினது. അവൻ വന്നില്ല. அவர் வரவில்லை. പക്ഷെ ഒരു ദിവസം ഒരു മെസ്സഞ്ചർ ഓടി വരിക. ஆனா ஒரு நாள் ஒரு செய்தியாளர் ஓடி வருகிறார். ഒരു മെസ്സഞ്ചർ ഓടി വന്ന് വസ്ത്രം കീറുന്നു. ஒரு செய்தியாளர் ஓடி வந்து அவருடைய வஸ்திரத்தை கிழிக்கிறான். നിലവിളിച്ചു. அவன் அழுகிறான். അയ്യോ ശൗൽ യുദ്ധത്തിൽ മരിച്ചുപോയി. ஐயோ சவுல் ராஜா யுத்தத்தில் மரித்து போனான். യോനാഥാൻ യുദ്ധത്തിൽ മരിച്ചുപോയി. யோனத்தான் யுத்தத்தில் மரித்து போனான். ശ്രദ്ധിക്കേ, கவனியுங்கள். ഒറ്റ ദിവസത്തിൽ അവൻ അപ്പനും നഷ്ടപ്പെട്ടു, വലിയപ്പച്ചനും നഷ്ടപ്പെട്ടു. ஒரே ஒரு நாளிலே அவருடைய தகப்பனாரும் நஷ்டப்பட்டார், அவருடைய தாத்தாவும் நஷ்டப்பட்டார்கள். മക്കളെ, ഒറ്റ ദിവസം അവനും അപ്പനും നഷ്ടപ്പെട്ടു, അവന് തന്റെ വലിയപ്പച്ചനെ നഷ്ടപ്പെട്ടു. ഒരേ ഒരു നാളിലെ അവരുടെ അപ്പാവും അവരുടെ താത്താവും നഷ്ടപ്പെട്ടു പോനാர்கள். എന്താ സംഭവിച്ചതെന്നറിയോ? என்ன நடந்தது தெரியுமா? അപ്പൊ രാജാവ് മരിച്ചു. അവരുടെ രാജാ മരിച്ചു പോനാർ. ശത്രു സൈന്യം ഓടി വരിക. ഓ ശത്രുക്കൾ സേനയോട് ഓടി വരുகிறார்கள். ശത്രു സൈന്യം കൊട്ടാരത്തിലേക്ക് വരും. ഓ ശത്രു സേനകൾ அரண்மனைக்கு നേരെ വരുகிறார்கள். രാജാവ് മരിച്ചാൽ അടുത്ത അവരെ ചേസ് ചെയ്യുന്ന കൊട്ടാരമാണ്. ഓ രാജാ മരിച്ചാൽ അടുത്ത നേരത്തിൽ ചേസ് பண்ணுகிற அரண்மனையை, അരമനയിലേക്ക് അവർ ഓടി വന്ന് அரண்மனையில் ஓடி வந்து രാജ കുടുംബാംഗങ്ങളെ മുഴുവൻ കൊന്നുകളയും. ராஜ குடும்பத்தில் ராஜாவுடைய குடும்பத்தில் அத்தனை நபர்களை கொலை செய்வார்கள். അടുത്ത രാജകുമാരന്മാരെയും കുമാരികളെ കൊന്നുകളയും. அவ அந்த இடத்தில் இருக்கிற ராஜகுமாரர்களை ராஜகுமாரத்திலே கொலை செய்வார்கள். അന്ന് മെഫിബോശത്തിന് 5 വയസ്സ് പ്രായം. அப்பொழுது மெவிபோசேத்துக்கு 5 வயதுள்ளவனாய் இருந்தான். അവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. அங்கே ஒரு வேலைக்காரி இருந்தாள். കൊട്ടാരത്തിലെ വേലക്കാരി, அரண்மனையிலே வேலைக்காரி. കൊട്ടാരത്തിലെ വേലക്കാരികളുടെ കൈ നല്ല ബലമുള്ള കൈ. ஓ அரண்மனையில் வேலை செய்கிற வேலைக்காரியுடைய கை நல்ல பலமுள்ள வேலைக்காரியுடைய கை. കസേര വേണോ എനിക്ക്? പെന്തിക്കോസ്ത് ചർച്ചിന് കസേരയ്ക്ക് ഇത്ര ഡിമാൻഡ് ആണോ? Come on, hallelujah. കസേര വേണം, ചേർ വേണം. ഇനിയും വേണം, ഇനി ഒരുപാട് വേണം കസേര. നോക്ക്, തുടങ്ങിയതല്ലേ ഉള്ളൂ. 4:30 വരെ പ്രസംഗിക്കണ്ടിയോ? നോക്ക്, 4:30 വരെ എനിക്ക് സമയം തരണം. ആമേൻ. വിശക്കുന്നെന്ന് പറയുന്ന എല്ലാവരും ഹല്ലേലൂയ പറ. പസിയെടുக்கிறവർ ഒരു ഹല്ലേലൂയ சொல்லுங்க பாப்பா. കുറച്ച് പേരേയുള്ളൂ. സന്തോഷത്തോടെ ഇരിക്കുന്ന എല്ലാവരും ഹല്ലേലൂയ പറ. സന്തോഷമായി இருக்கிறவங்க ഹല്ലേലൂയ சொல்லுங்க. ഓക്കേ, സോ അടുത്ത രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ശത്രുക്കൾ വന്ന് കൊട്ടാരത്തിലുള്ള രാജകുടുംബാംഗങ്ങളെ കൊന്നുകളയാൻ. ராஜா மரித்த பிற்பாடு அந்த சத்துருக்கள் சேனையாக வந்து ராஜ அரண்மனையில் இருக்கிறதான மറ്റുള്ള குமாரத்தை கொலை செய்கிறார்கள். அப்போ ஒரு வேலைக்காரி உண்டല്ലോ മക്കളെ, നോക്ക്, அங்க ஒரு வேலைக்காரி உண்டல்லவா, இங்க பாரு. ആ വേലക്കാരി ഈ 5 വയസ്സ് പ്രായമുള്ള ഈ കൊച്ചിനെ വാരി എടുത്ത് വേലക്കാരി ഓടുക. அந்த வேலைக்காரி 5 வயதுള്ളதான அந்த பிள்ளையை அப்படியே தூக்கி எடுத்துக்கொண்டு ஓட ஆரம்பித்தாள். മെഫിബോശത്തിനെ കൊണ്ട് ഓടുക. മെഫിബോശത്തെ தூக்கி கொண்டு ஓடுகிறாள். പക്ഷെ അവളെ കയ്യിൽ നിന്ന് 5 വയസ്സുകാരൻ ചെറുക്കൻ താഴെ. ஆனால் அந்த 5 വയതുള്ള அந்த பிள்ளை அந்த வேலைக்காரருடைய கையில் இருந்து நழுவி கீழே விழுந்தான். അവൻ ഡ്രോപ്പായി. அவன் அந்த இடத்துல கீழே விழுந்தான். അവൻ கீழே விழுந்தான். അവരെ കയ്യിൽ നിന്ന് ഡ്രോപ്പായി. அந்த வேலைக்காரருடைய கையில் இருந்து கீழே விழுந்தான். നട്ടലിടിച്ചു. அவனுடைய முதுகெலும்பு பாதிக்கப்பட்டது. 2 കാലും മുടവനായി മാറിനാൻ. 2 കാലും മുടവനായി മാറിനാൻ. ഞാൻ മുടന്തനായി ജനിച്ചതല്ല. நான் മുടവനാக பிறந்ததல்ல. ഞാൻ മുടന്തനായി ജനിച്ചതല്ല. நான் മുടവനായി பிறந்தவனல்ல. അവര് ഡ്രോപ്പ് ചെയ്ത് ഞാൻ മുടന്തനായി. അവരുടെ കയ്യിലെ ഞാൻ മലവി കീഴെ വിழுந்து நான் മുടവനായി മാറിனேன். എന്നെ താങ്ങേണ്ടവർ എന്നെ ഡ്രോപ്പ് ചെയ്തു. എന്നെ താങ്ങ വേണ്ടിയവർ എന്നെ കീഴെ വിട്ടാர்கள், കീഴെ വിളത്തറിഞ്ഞാர்கள். എന്നെ താങ്ങേണ്ടവർ എന്നെ ഡ്രോപ്പ് ചെയ്തു. എന്നെ താങ്ങ വേണ്ടിയവர்கள் എന്നെ കീഴെ വിട്ടാர்கள். എന്നെ വളർത്തേണ്ടവർ എന്നെ ഡ്രോപ്പ് ചെയ്തു. എന്നെ വളർത്ത വേണ്ടിയവர்கள் എന്നെ കൈവിട്ടാர்கள்.
ഇപ്പോ ഇതാ ഞാൻ ഡാമേജ് ആയി പോയി. ഇപ്പോൾ ഞാൻ ഇത് சேதமடைந்திருக்கிறேன். എന്റെ മുൻപിലും എന്റെ പിൻപിലും ഇരിക്കുന്നവരുടെ ജീവിതമാണ് ഞാൻ പറഞ്ഞത്. எனக்கு முன்னாடி எனக்கு பின்னாடி இருக்கிறதான மக்களுடைய வாழ்க்கையை பற்றி சொல்லுகிறேன். നിന്നെ വളർത്തേണ്ടവർ നിന്നെ ഡ്രോപ്പ് ചെയ്തു. என்னை வளர்த்த வேண்டியவர்கள் என்னை கீழே விட்டார்கள். നിന്നെ സൂക്ഷിക്കേണ്ടവർ നിന്നെ ഡ്രോപ്പ് ചെയ്തു. என்னை பாதுகாக்க வேண்டியவர்கள் என்னை கீழே தள்ளி விட்டார்கள். നിന്നെ ചേർത്ത് പിടിക്കേണ്ടവർ നിന്നെ ഡ്രോപ്പ് ചെയ്തു. என்னை அரவணைக்க வேண்டியவர்கள் கீழே தள்ளி போட்டார்கள். നിന്നെ ഡ്രോപ്പ് ചെയ്ത് നീ ഡാമേജ് ആയി പോയി. இப்பொழுது என்னை கீழே தள்ளிவிட்டது நிமித்தமாய் என்னுடைய கால்கள் சேதமடைந்தது. ഞാൻ ഇങ്ങനെ ഡാമേജ് ആയി ജനിച്ചവനല്ല. நான் இப்படி சேதத்தோடு முடவனாய் பிறந்தவன் அல்ல. ആ കൊട്ടാരത്തിൽ എല്ലാ പടിയും ഓടി നടന്നതാ. அந்த அரண்மனையில எல்லா படிகளும் ஓடி ஓடி நடந்தேன். എല്ലാ റൂമിലും ഓടി കയറിയതാ. எல்லா அறைகளும் ஓடி ஓடி நடந்தேன். നല്ല ബലമുള്ള കാലുണ്ടായിരുന്നു. எனக்கு நல்ல பலமான கால்கள் இருந்தது. പക്ഷേ ഇപ്പൊ ഡ്രോപ്പ് ചെയ്തു. ஆனால் இப்பொழுது நான் கீழே தள்ளப்பட்டு ഞാൻ താഴെ വീണപ്പോ கீழே விழுந்த போது എന്റെ രണ്ട് കാലും മുടന്തനായി പോയി. என்னுடைய இரு கால்களும் முடவனாய் மாறி போனே. എന്റെ അപ്പൻ നഷ്ടപ്പെട്ടു ആ ദിവസം. அந்த நாள் என்னுடைய தகப்பன் நஷ்டப்பட்டார். എന്റെ വല്യപ്പച്ചൻ നഷ്ടപ്പെട്ടു. என்னுடைய தாத்தா நஷ்டப்பட்டார். അതേ നാളിൽ എന്റെ രണ്ട് കാലും മുടന്തനായി. அந்த நாளிலே என்னுடைய இரு கால்களும் முடவனாய் மாறினது. 3 ഡ്രാമ ഒരു ദിവസം ഉണ്ടായി. ஒரே நாளிலே 3 நாடகம் நடந்தது. 3 ദുരന്തം ഒരേ ദിവസം ഉണ്ടായി. 3 வேதனையான காரியம் ஒரே நாளில் நடந்தது. 3 വേദന ഒരു ദിവസം ഉണ്ടായി. 3 வேதனை ஒரே நாளில் நடந்தது. അപ്പം മരിച്ചു. அப்பா மரித்தார். വല്യപ്പച്ചൻ മരിച്ചു. தாத்தா மரித்தார். എന്റെ കാല് മുടന്തനായി. என்னுடைய காலும் மொண்டியாய் மாறினது. പുതിയ രാജാവ് വന്നു. புதிய ராஜா வந்தார். അവന്റെ പേര് ദാവീദ്. அவனுடைய பேர் தான் தாவீது. ഞാൻ പേടിച്ചു പോയി. நான் பயந்து போனேன். അവൻ കരടിയും സിംഹത്തെയും കൊന്നവനാ. அந்த மனுஷன் கரடியும் சிங்கத்தையும் கொண்டவன். ഗോലിയാത്തിനെ കൊന്നവനാ. கோலியாத்தை கொண்டவன். ഞാന് ശൗലിന്റെ കൊച്ചുമോനുണ്ടെന്ന് പറഞ്ഞാൽ എന്നെയും കൊല്ലും. ஓ நானும் சவுலுடைய பேரப்பிள்ளை என்று சொல்லி அவன் அறிந்தால் என்னை கொண்டு போடுவான். അതുകൊണ്ട് ഞാൻ ലോദേബാനി പോയി ആരും കാണാതെ താമസിക്കുക. ஆகவே நான் லோதேபாரிலே போய் யாருக்கும் தெரியாத வண்ணமாய் அங்கே வாழ்ந்து கொண்டிருக்கிறேன். എന്നെ ആരും കാണണ്ട. என்னை யாரும் பார்க்க வேண்டாம். എന്നെ അവര് ഡ്രോപ്പ് ചെയ്തു. என்னை அவர்கள் கீழே தள்ளினார்கள். എന്നെ ആരൊക്കെ ഡ്രോപ്പ് ചെയ്തു. என்னை யாரெல்லாம் கீழே தள்ளினார்கள். ഞാനിതാ മുടന്തനായി പോയി. நான் இப்பொழுது மண்டியா இருக்கிறேன். കരഞ്ഞ് 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 ഞാൻ ലോദേബാനി ഇരിക്കുക. அழுது 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 நான் இப்ப லோதேபாரிலே காணப்படுகிறேன். ഞാൻ നിരാശയിൽ ലോദേബാനിൽ ഇരിക്കുക. நான் கவலையோடு லோதேபாரிலே காணப்படுகிறேன். എന്റെ ജീവിതം എന്നും കഷ്ടത. என்னுடைய வாழ்க்கை என்றைக்கு கஷ்டம். എന്റെ ജീവിതം എന്നും നഷ്ടമാണ്. என்னுடைய வாழ்க்கை என்றைக்கு நஷ்டம். എല്ലാ പ്രതീക്ഷയും എനിക്ക് നഷ്ടപ്പെട്ടു. எல்லா எதிர்பார்ப்புகளும் நஷ்டமடைந்தது. എന്റെ ഫാമിലി എനിക്ക് പോയി. என்னுடைய குடும்பம் எனக்கு போனது. എന്റെ കൊട്ടാരം എനിക്ക് പോയി. என்னுடைய அரண்மனை எனக்கு போனது. എന്റെ പൊസഷൻ എല്ലാം പോയി. என்னுடைய பதவிகள் எல்லாம் போனது. എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ലോദേബാനിൽ പാർക്ക് ചെയ്യും. எல்லாம் நஷ்டப்பட்டவனாய் லோதேபாரிலே காணப்படுகிறேன். കന്യാകുമാരി ജില്ലയിൽ ലോദേബാനുണ്ട്. കന്യാകുമാരി മാവട്ടത്തിലെ ലോദേബാർ ഇരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ലോദേബാനിൽ നിന്ന് ആരെയോ എന്റെ ദൈവം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ஆனா இந்த மத்திய பிரபால செக்ஷன்ல இந்த லோதேபாரின் கர்த்தர் மறுபடியும் ஷிஃப்ட் பண்ண போகிறார். കമാൺ 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 ഒരു ഷിഫ്റ്റ് നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകും. ഒരു வாழ்க்கையில் ஒரு மாற்றம் உண்டாக போகிறது. രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ചൊല്ലുക. சொல்லலாமே. ഒരു ഷിഫ്റ്റ് നിനക്ക് വരാൻ പോവാ. ഒരു മാറ്റം നിനക്ക് വരപ്പോകുന്നത്. ലോദേബാനി പോയപ്പോ ലോദേബാരിലെ പോനപ്പോത് രണ്ട് കാല് മുടന്തനായി ഇരു കാലുകൾ നൊണ്ടിയായിരുന്നു. യനദാൻ ഇരിക്കുന്നു. ഐ മീൻ മെഫിബോശത്ത് ഇരിക്കുന്നു. മെഫിബോശത്ത് ഇരിக்கிறான். മെഫിബോശത്ത് പറയും. മെഫിബോശത്ത് சொல்லுவான். എന്നും കണ്ണുനീരാ. എന്റെക്കും வாழ்க்கை കണ്ണുനീർ. എന്നും നഷ്ടം. എല്ലാ നാളും നഷ്ടം. എന്നും വേദനയാ. എല്ലാ നാളും വേദന. എന്നും പോരാട്ടം. എല്ലാ നാളും പോരാട്ടം. ഞാൻ ലോദേബാനിൽ ഇരിക്കുക. ഞാൻ ലോദേബാറിലേക്ക് ഇറങ്ങി. ഡാമേജ് ആയിരിക്കുക. ഡാമേജ് ആയി കാണപ്പെടുക. ഡാമേജ് ആയിരിക്കുക. ഞാൻ മുടവനായി കാണപ്പെടുகிறேன். ഞാൻ തകർന്നിരിക്കുക. ഞാൻ ഉടയ്ക്കപ്പെട്ടവനായി ഇരിக்கிறேன். പക്ഷെ നിന്റെ ലൈഫ് മാറാൻ പോവാ. ഉன்னுடைய കസപ്പ് മാറപ്പോകുന്നത്. നിന്റെ ലൈഫ് നിന്റെ ജീവിതം മാറാൻ പോവാ. ഉன்னுடைய வாழ்க்கை മാറപ്പോകുന്നത്. നീ കേട്ടോ ആ ശബ്ദം കേട്ടോ. ശബ്ദം കേട്ടോ. നീ அந்த சத்தத்தை கேட்டாயா? சத்தத்தை கேட்டாயா? ഇതാ കുതിരയുടെ കൊളമ്പടി കേൾക്കുകയാണ്. ഓ அந்த குதிரையுடைய கால் ചവിട്ടടികൾ കേൾക്കുന്നത്. കുതിരയുടെ ശബ്ദം നീ കേട്ടോ. കുതിരയുടെ ശബ്ദങ്ങൾ കേൾക്കായാ? അയ്യോ ആ ദാവീദ് എന്നെ
അറിഞ്ഞു കാണും, ദാവീദ് അറിഞ്ഞു കാണും ഞാൻ ഇവിടെ ஓ ജീവിക്കുന്നു. நான் இந்த இடத்துல வாழ்ந்து கொண்டிருக்கிறது தாவீது அறிந்திருப்பான். അവൻ കുതിരപ്പട്ടാളത്തെ അയച്ച് എന്നെ കൊല്ലാൻ அவன் പോയിരിക്കും. குதிரை சேனையை அனுப்பி என்னை கொலை செய்யும்படி வருகிறான். മെഫിബോശത്തെ, നീ രഥത്തിന്റെ ശബ്ദം കേട്ടാ? ஓ மெபிபோசேத்தே, அந்த ரதத்துடைய சத்தத்தை கேட்டாயா? അവര് വന്ന് എന്നെ കൊല്ലാൻ പോകായിരിക്കും. அவர் வந்து என்னை கொலை செய்ய போகிறதா இருக்கலாம். കുതിരയും രഥത്തിന്റെ പട്ടാളം വന്ന് എന്നെ കൊല്ലാൻ പോകാൻ, குதிரையும் ரத சேனை வீரர்களும் வந்து என்னை கொலை செய்ய போகிறார்களா இருக்கலாம். എന്നാ മെഫിബോശത്തെ, ஆனால் மெபிபோசேத்தே, ഇത് ചാകുന്ന സീസൺ അല്ല, இது மரிக்க வேண்டிய காலம் அல்ல, ഇത് നന്നാകുന്ന സീസണാണ്. இது மேன்மைப்படுகிற ஒரு சீசன், നന്നാകുന്ന സീസണാണ്. இது ஆசீர்வாதத்தை காண்கிற ஒரு சீசன். ദീർഘദർശനമായി ഞാൻ വിളിച്ചു പറയട്ടെ, தீர்க்க தரிசனமாய் சொல்லுகிறேன், ഒരു ഷിഫ്റ്റ് നിനക്ക് വരാൻ പോവാ. உன் வாழ்க்கையில ஒரு மாற்றம் வரப்போகிறது. 4 പേരെ തൊട്ട് പറ, ഒരു മാറ്റം വരുന്നു. 4 நபர்களை தொட்டு சொல்லுங்க, உன் வாழ்க்கையில் ஒரு மாற்றம் வருகிறது. சொல்லுங்க 4 പേരെ எல்லாரும் சொல்லுங்க, 4 பேரை தொட்டு சொல்லுங்க, உனக்கு ஒரு மாற்றம் வரப்போகிறது. നിനക്കൊരു മാറ്റമുണ്ട്. പറ, உனக்கு ஒரு மாற்றம், നിനക്കൊരു മാറ്റം വരാൻ, உனக்கு ஒரு மாற்றம் வரப்போகிறது. അത് ഇന്ന് ഇപ്പോ ആരംഭിക്കുകയാണ്. அது இன்று இப்பொழுதிலிருந்து ஆரம்பிக்கப்படுகிறது. Come on, அது ഇന്ന് ഇപ്പോ ആരംഭിക്കുകയാണ്. அது இன்று இப்பொழுதிலிருந்து ஆரம்பிக்கப்படுகிறது. കൈ തട്ടണം, നല്ല തട്ടണം. நல்லா தட்டுங்க. നിന്നെ ലോദേബാനിൽ നിന്ന് കൊണ്ടുവരുന്ന കുതിരപ്പട്ടാള വന്നിരിക്കുന്നു. உன்னை லோதேபாரிலிருந்து வெளியே கொண்டு வரும்படி ஒரு குதிரை சேனை வந்திருக்கிறது. ആ രഥം വന്നിരിക്കുന്ന നിന്നെ കൊണ്ടുപോകാനാ. ஓ அந்த ரதங்கள் வந்தது உன்னை கொண்டு போவதற்காக. ദാവീദ് തന്റെ ഒഫീഷ്യൽ ചാരിയറ്റ് അയച്ചിരിക്കുക. ஓ தாவீது தனக்கு சொந்தமான அந்த ரதத்தை அனுப்பி இருக்கிறார். നിന്നെ കൊണ്ടുവന്നേക്ക, உன்னை கொண்டு போகும்படி வந்திருக்கிறது. உண்மையாகவா? உண்மையாகவா? ഈ മടന്തര എന്നെ കൊണ്ടുവന്നേക്ക, ഇത് നൊണ്ടിയായി കാണപ്പെടും എന്നെ കൊണ്ടുപോക വന്നതാ. ഞാൻ ഈ പാത്രം എല്ലാം ഒന്ന് എടുത്തോട്ടെ, நான் அந்த பாத்திரங்கள் எல்லாம் எடுக்கட்டுமா? ഈ வஸ்திரம் எல்லாம் எடுത്തോട്ടെ, இந்த ஆடைகள் எல்லாம் எடுக்கட்டுமா? യോനാഥാനെ, നിന്റെ വീട് മാറാൻ പോവാ. ஓ யோனத்தானே, உன் வீடு மாற போகிறது. നിന്റെ പാത്രം വേറെയാ, உன்னுடைய பாத்திரம் வேற, നിന്റെ വസ്ത്രം വേറെയാ, உன் ஆடைகள் வேற, നിന്റെ കിടക്ക വേറെയാ, உன் படுக்கை வேற, നിന്റെ തലയണ വേറെയാ. உன் தலையணை வேற. ആരോടാ ഞാൻ പറയുന്നേ? ஓ നിന്റെ ലൈഫ് സ്റ്റൈല് മാറാൻ പോവാ, வாழ்க்கை மாற போகிறது. കൈ തട്ടണ, നല്ല തട്ടുകേ, தட்டி நல்லா தட்டி. നിന്റെ വീട്ടിൽ ആര് കണ്ടിട്ടില്ലാത്തത് ദൈവം നിനക്ക് തരാൻ പോവാ. உன் வீட்டில் இதுவரைக்கும் யாரு பார்த்திராத பொருட்க வரப்போகிறது. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, നല്ല മാറ്റം വരാൻ പോകുന്നു. தொட்டு சொல்லுங்க, உன் வீட்டில் நல்ல மாற்றம் வரப்போகிறது. சொல்லுங்க, நல்ல மாറ്റം വരാൻ പോകുന്നു. நல்ல மாற்றம் வரப்போகிறது சொல்லுங்க. മെഫിബോശത്തെ, மெபிபோசேத்தே, നിന്റെ വീട് മാറുന്നു, உன் வீடு மாற போகிறது. കിടക്ക മാറുന്നു, படுக்கை மாறுகிறது, തലയണ മാറുന്നു, தலையணை மாறுகிறது, ആഹാരം മാറുന്നു, சாப்பாடு மாறுகிறது, ലൈഫ് സ്റ്റൈൽ മാറുന്നു, வாழ்க்கை சரித்திரம் மாறுகிறது. ഞാൻ മുടൻ തന്നെ അല്ലയോ? நான் ஒரு முடவன் அல்லவா? എനിക്ക് അങ്ങനെ രഥത്തിൽ കയറാൻ പറ്റും? எனக்கு எப்படி அந்த ரதத்தின் மேல் ஏற முடியும்? ഞാൻ മുടൻ തന്നെ അല്ലയോ? நான் முடவன் அல்லவா? എങ്ങനെ ആ രഥത്തിൽ കയറാൻ പറ്റും? எப்படி அந்த ரதத்தின் மேல் ஏற முடியும்? അത് കൃപ നിന്നെ കയറ്റും. அது கிருபை உன்னை அதை ஏற்றி விடும். Come on. Come on. ആ കോളേജിൽ നീ കയറും, ആ കോളേജിൽ നീ കയറും, அந்த காலேஜில் நீ ஏறுவாய், ആ കോഴ്സ് നീ കയറും, அந்த படிப்புக்கு நீ ஏறுவாய், ആ കോഴ്സ് നീ ഫിനിഷ് ചെയ്യും, அந்த படிப்பை நீ முடிப்பாய், ആ സർട്ടിഫിക്കറ്റ് നിന്റെ വീട്ടിൽ വരും, அந்த சான்றிதழ் உன் வீட்டிலே வரும். നിന്റെ അപ്പനില്ലാത്തത് അമ്മയ്ക്കില്ലാത്തത് ദൈവം നിനക്ക് തരും, உன் தகப்பனுக்கு இல்லாத உன் தாய்க்கு இல்லாதது கர்த்தர் உனக்கு தருவார். നിന്റെ വീട്ടിൽ ആർക്കും ഇല്ലാത്തത് ദൈവം നിനക്ക് തന്ന് നിന്നെ മാനിക്കും. உன் வீட்டிலே யாருக்கும் இல்லாத கர்த்தர் உனக்கு தந்து உன்னை கனம் பண்ணுவார். കൈ തട്ടണോ, നല്ല തട്ടണോ, நல்லா தரங்களை தட்டி. കൃപ, கிருபை, കൃപ, கிருபை, കൃപ നിന്നെ രഥത്തിൽ കയറ്റും. கிருபை உன்னை ரதத்தின் மீது கொண்டு செல்லும். അയ്യോ, ഇങ്ങനെ ഒരു രഥത്തിൽ കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ஐயோ, இப்படிப்பட்ட ஒரு ரதத்தில் ஏறுவேன் என்று நான் நினைத்து கூட பார்க்கவில்லை. ഇതെന്റെ വലിയപ്പച്ചന്റെ രഥത്തെക്കാൾ കുതിരയേക്കാൾ നല്ലതാ. இது என்னுடைய தாத்தாவுடைய ரதத்தை விட குதிரையை விடக்கு நல்லா இருக்கிறது. ഈ ഹൈവേയിലൂടെ ഞാൻ പുറത്തു വരുമെന്ന് വിചാരിച്ചതല്ല. இந்த ஹைவேல கூட நான் வெளியே வருவேன் என்று நினைத்து கூட பார்க்கவில்லை. ഞാൻ ലോദേബാനിന്ന് വെളിയിൽ വരിക. நான் லோதேபார்ந்து வெளியே வருகிறேன். ബൈ ലോദേബാൻ. ஓ லோதேபாரே, பை பை.
ടാറ്റാ ലോദേബാർ. ഓ ടാറ്റാ ലോദേബാർ. നിരാശയ്ക്ക് ടാറ്റ. ഓ കവലയ്ക്ക് ടാറ്റ. കണ്ണുനീരിന് ടാറ്റ. കണ്ണുനീർക്ക് ടാറ്റ. സോർവിന് ടാറ്റ. സോർവുക്ക് ടാറ്റ. വേദനയ്ക്ക് ടാറ്റ. വേദനകൾക്ക് ടാറ്റ. പോരാട്ടത്തിന് ടാറ്റ. പോരാട്ടത്തിന് ടാറ്റ. പ്രതിസന്ധിക്ക് ടാറ്റ. പ്രതികൂലങ്ങൾക്ക് ടാറ്റ. ഞാൻ എന്റെ ലോദേബാർ ഇന്ന് പുറത്തു വരിക. ഞാൻ എന്റെ ലോദേബാർ വെളിയെ വരുகிறேன். Come on, കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ சொல்லுங்க. കേക്കല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എന്റെ ലോദേബാർ ഇന്ന് വെളിയെ വരിക. ഓ ഞാൻ എപ്പോൾ ലോദേബാർ വെളിയെ വരുവേൻ? അവൻ യാത്ര ചെയ്ത കൊട്ടാരത്തിന് മുന്നിൽ വന്ന് അവൻ പ്രയാണം ചെയ്ത് அந்த அரண்மனைக்கு മുന്നേ വந்தான். അയ്യോ എന്തൊരു കൊട്ടാരം! ഇത് എന്നുடைய அரண்மனை. ഇത് എന്തൊരു കൊട്ടാരം! ഇത് എപ്പടിപ്പെട്ട ഒരു அரண்மனை. ഇതുവരെ ഒരു കൊട്ടാരം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പടിപ്പെട്ട ഒരു அரண்மனை ഞാൻ பார்த்ததில்லை. പക്ഷേ ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പിൽ എങ്ങനെ കേറും? அந்த படி உண்டல்லவா, அந்த படியில எப்படி ஏறுவேன்? ആ സ്റ്റെപ്പിൽ എങ്ങനെ കേറുമെന്ന് പറയാതെ அந்த படியில நான் எப்படி ஏறுவேன் என்று சொல்லுங்க. കൃപ നിന്നെ കയറ്റിക്കൊള്ളും. கிருபை அந்த படியில உன்னை ஏற்றி கொண்டு வரும். കൃപ നിന്നെ കയറ്റും. கிருபை உன்னை அதற்கு நேரே கொண்டு வரும். ഇന്ന് പകൽ കൃപ നിനക്ക് ബുദ്ധിയെ തരും. இந்த பகல் வேளை கிருபை உனக்கு புத்தியை கொடுக்கும். കൃപ നിനക്ക് ജ്ഞാനത്തെ തരും. கிருபை உனக்கு ஞானத்தை கொடுக்கும். കൃപ നിനക്ക് മെമ്മറി പവറിനെ തരും. கிருபை உனக்கு மெமரி பவர் தரும். നിനക്കില്ലാത്ത ജ്ഞാനം, ഇല്ലാത്ത ജയം കൃപ നിനക്ക് തരും. உனக்கு இதுவரை இல்லாத ஞானம், இதுவரை இல்லாத வெற்றி கிருபை உனக்கு கொடுக்கும். നൂറുകണക്കിന് പിള്ളേരുടെ ബ്രെയിനെ കർത്താവ് ഇന്ന് പകൽ തൊടാൻ പോവാണ്. പിള്ളേരുടെ മൂളയെ ആണ്ടവർ இந்த பகல் வேளை தொட போகிறார். കൈ തട്ടണ നല്ല തൊട്ടുക, நல்லா தட்டுங்க. നിർത്തക്കൂടാതെ, നിർത്തക്കൂടാതെ, നിർത്തക്കൂടാതെ. கரங்களை தட்டி, കരങ്ങളെ തട്ടി ആർപ്പരിപ്പോമാക, கரங்களை தட்டி ஆர்ப்பரிப்போம். കരങ്ങളെ തട്ടി ഹല്ലേലൂയ സ്തോത്രം അന്യഭാഷ സത്തമാ சொல்லுங்க. தட்டி அந்நியபாஷை ஸ்தோத்திர சத்தமா சொல்லலாமே. கண்களை மூடி கரங்களை தட்டி அந்நிய பாஷையில் பேசுங்க. கண்களை மூடி கரங்களை தட்டி அந்நிய பாஷையில பேசுவோம். ரெண்டு கரங்களை தட்டி, இரு கரங்களை தட்டின வண்ணமாய் നിന്റെ സീസൺ എന്നാന്നറിയാ? உன்னுடைய சீசன் என்னன்னு தெரியுமா? ഇത് ചക്ക മാങ്ങ സീസൺ അല്ല. ഇത് പലാപ്പഴം മാങ്ങാപ്പഴം കാലഘട്ടം അല്ല. നിന്റെ ലോദേബാറിൽ നിന്ന് കൊട്ടാരത്തിൽ കയറുന്ന സീസൺ. ലോദേബാറിൽ നിന്ന് அரண்மனைக்கு നേരെ കൊണ്ടുവരുന്ന ഒരു കാലം. നിന്റെ ലോദേബാറിൽ നിന്ന് കൊട്ടാരത്തിൽ കയറുന്ന സീസൺ. ലോദേബാറിൽ നിന്ന് அரண்மனைக்கு നേരെ കൊണ്ടുവരുന്ന ഒരു കാലം. റിയലി അവൻ കൊട്ടാരത്തിൽ കയറി. ഓ அப்படி അവൻ அரண்மனையிலே வந்தான். രാജാവിന്റെ മുന്നിൽ അവൻ വരികയാണ്. രാജാവിന് മുന്നേ അവൻ വരുகிறான். അപ്പോൾ ദാവീദ് അവനെ കണ്ടു. അപ്പോൾ ദാവീദ് അവനെ பார்த்தான். ഇതുപോലെ ഒരാളിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഇത് വണ്ണമായി ഒരു നബറെ ഞാൻ എங்கேயோ வைத்து பார்த்திருக்கிறேனே. ഇതേ പുരികം, ഇതേ പോലെ, ഇതേ പുരികം, ഇതേ പോലെ ഒരു പുരുവം, ഇതേ താടി, ഇത് മാതിരി താടി, ഇതേ കവിള്, ഇതേ പോലെ ഒരു കവിൾ, ഇതേപോലെ ഒരു ഇതേ ഷേപ്പായിരുന്നു യോനാഥാൻ ഉണ്ടായിരുന്നേ. ഓ ഇപ്പടിപ്പെട്ട ഒരു വടിവത്തിൽ താൻ യോനാഥാനുക്ക് ഒരുവൻ ഇരുന്നാൻ. പുതിയ ഏർപ്പാട്ടിന് സുവിശേഷം പറയട്ടാ? സുവിശേഷം ചൊല്ലട്ടുമാ? ഇതേപോലെ ഒരാളായിരുന്നു ക്രൂശിൽ കിടന്ന് പെടഞ്ഞത്. ഇതുപോലെ ഒരു നബർ താൻ സിലുവയിലിരുന്ന് തൊങ്ങിക്കൊണ്ടിരുന്നത്. ഇതേപോലെ ഒരാളായിരുന്നു ക്രൂശിൽ പെടഞ്ഞത്. ഇതുപോലെ ഒരു നബർ താൻ സിലുവയിലെ തൊങ്ങിക്കൊണ്ടിരുന്നാർ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ சொல்லுங்க. ഹല്ലേലൂയ சொல்லலாமே. ദാവീദ് ചോദിച്ചു, ദാവീദ് കേട്ടാൻ, നീ യോനാഥാന്റെ മോൻ മെഫിബോശേത്താ? നീ യോനാഥാനുടെ മകൻ മെഫിബോശേത്ത് അല്ലവാ? അവൻ പറഞ്ഞു യെസ്. അവൻ சொன்ன ആമാ, ഞാൻ മെഫിബോശേത്താ. ആമാ ഞാൻ മെഫിബോശേത്ത്. ഭയപ്പെടേണ്ട മെഫിബോശേത്ത്. ഓ ഭയപ്പെടാതെ മെഫിബോശേത്ത്, ഭയപ്പെടേണ്ട, ഭയപ്പെടാതെ. പുതിയ രാജാവ് പഴയ രാജാവിന്റെ വീട്ടുകാരെ മുഴുവൻ കൊല്ലും. പുതിയ രാജ പഴയ രാജാവിന്റെ കുടുംബത്താർ അത്രയും പേരെ കൊല ചെയ്യുവതുണ്ട്. പക്ഷെ നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയ കൊല്ലാനല്ല. ആന ഉന്നെ ഞാൻ അழைத்து വന്നത് ഉന്നെ കൊല ചെയ്യുവதற்காக അല്ല. നീ എന്റെ കൊട്ടാരത്തിൽ ജീവിക്ക്. നീ എന്നുടെ അരൺമനയിൽ വാസം பண்ணுவாய்.
നീ എന്റെ കൊട്ടാരത്തിൽ വസിക്ക്. നീ എന്റെ അരമനയിൽ വാസം பண்ணுவாய். നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ ഞാൻ നിനക്ക് ഉനക്ക് നഷ്ടപ്പെട്ടു പോയത് എല്ലാം ഞാൻ ഉനക്ക് തിരുம்ப കൊടുப்பேன். ഇന്ന് രാത്രി ഇന്ന് പകൽ നിനക്കുള്ള ദൂതായത്. ഇന്ന് മാலை വേളை ഉനക്കുള്ളതാണ് ഒരു ചെയ്തി. നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം തിരികെ തരും. ഉനക്ക് നഷ്ടപ്പെട്ടു പോന മുഴുവതും ആണ്ടവർ തിരുம்ப കൊടുப்பார். നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ കർത്താവ് തിരിച്ചു. ഉനക്ക് നഷ്ടപ്പെട്ടു പോന മുഴുവതും കർത്താവ് തിരുம்ப കൊടുப்பார். നീ രാജകുമാരനാ. നീ രാജകുമാരൻ. നീ രാജകുമാരനാ. നീ രാജകുമാരത്തി. നീ രാജകുമാരകൾ. നിങ്ങൾ രാജകുമാരത്തികൾ. രണ്ട് കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ച് ഇരു കരങ്ങളെ മാർവോട് അணைத்துக்கொண்டு എല്ലാ തമ്പിമാർ ചൊല്ലുക രാജകുമാരൻ. എല്ലാ തമ്പിമാർ ചൊല്ലുക ഞാൻ രാജകുമാരൻ. രാജകുമാരത്തി. എല്ലാ തങ്ങൈമാർ ചൊല്ലുക ഞാൻ രാജകുമാരത്തി. സത്തமாக சொல்லுங்க. சத்தமாய் சொல்லுங்க. ரெடி 1 2 3. രാജകുമാരൻ 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 രാജകുമാരത്തി. നീ ലോദേബാനിലല്ല ജീവിക്കേണ്ട. നീ ലോദേബാനിലല്ല വാഴ വേണ്ടിയത്. നീ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞല്ല ജീവിക്കേണ്ട. നീ അഴുത് 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 വാഴ വേണ്ടിയവളല്ല. കണ്ണുനീരിലല്ല ജീവിക്കേണ്ട. കണ്ണുനീരിൽ വാഴ വേണ്ടിയവളല്ല. എങ്ങനെങ്കിലും ചത്താ മതി എന്ന് പറഞ്ഞല്ല ജീവിക്കേണ്ട. എപ്പടിയാവത് മരിത്താൽ പോതുമെന്ന് നിனைத்து വാഴ വേണ്ടാം. കൊട്ടാരത്തിലാണ് നീ ജീവിക്കേണ്ട. അരൺമനയിൽ താൻ നീ വാഴ വേണ്ടിയവൻ.